എല്ലാവരും ഒന്ന് സ്തുതിച്ചാട്ടെ. കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് സ്നേഹവന്ദനം. ആമേൻ. യേശു നമ്മുടെ കൂടെയുണ്ട്. ഒന്ന് പറഞ്ഞേ, യേശു നമ്മുടെ കൂടെയുണ്ട്. അത് അടുത്തിരിക്കുന്നവരോടൊന്ന് പറഞ്ഞേ, യേശു നമ്മുടെ കൂടെയുണ്ടെന്ന്. കാരണം അത് ഒന്ന് പറഞ്ഞേ ബ്രദറെ, ഒന്ന് പറഞ്ഞേ, ആ സഹോദരനൊന്ന് പറഞ്ഞേ, യേശു നമ്മുടെ കൂടെയുണ്ടെന്നൊന്ന് പറഞ്ഞേ. നമ്മൾ പറയുമ്പോൾ അതൊരു സന്തോഷമാണ്. ഞാൻ സുഖമായിട്ട് വിശേഷം എന്നാണെന്ന് ചോദിക്കുമ്പോൾ സുഖമായിട്ടിരിക്കുന്നത് നമുക്കൊരു ആനന്ദം ഉള്ളതുപോലെ തന്നെയാണ് യേശു നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറയുന്നത്. കർത്താവ് എനിക്ക് ഒപ്പം ഉണ്ടെന്ന് പറയുന്നത്. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു തോന്നൽ, ഞാൻ തനിച്ചായി പോയെന്നുള്ളൊരു തോന്നലാണ് പലപ്പോഴും നമുക്ക്. എനിക്ക് ആരും ഇല്ലെന്നൊക്കെ ഉള്ളൊരു ചിന്തയാണ് എപ്പോഴും നമുക്കുണ്ടാകുന്നത്. പക്ഷേ ബൈബിൾ നമ്മൾ പറയുന്നത്, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആ ഉണ്ടെന്നുള്ള ആ ഒരു ഉറപ്പ് നമ്മൾ പ്രൊക്ലെയിം ചെയ്യുമ്പോഴാണ് നമ്മുടെ മേൽ അത് മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങുന്നത്. എനിക്ക് രോഗമാണെന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരാൾ രോഗിയായി തന്നെ പോകും, അല്ലേ? ക്ഷീണമാണെന്ന് പറയും തോറും കിടക്കാൻ തോന്നും, അല്ലേ? ഐ ആം ഓക്കെ, എനിക്ക് നോ പ്രോബ്ലം, ഞാൻ എന്തിനും പറ്റുന്നൊരു നിലയിലാണ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഒരു ഊർജ്ജസ്വലനായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. നമ്മുടെ ലൈഫിൽ യേശു എൻ്റെ കൂടെയുണ്ട്, എനിക്ക് എല്ലാത്തിനും കഴിയും എന്ന് നാം പറയും തോറും നമ്മുടെ മേൽ ബലം വർദ്ധിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. വാക്കുകളാണ് ശക്തി. ആമേൻ. അത് നാം ദൈവസന്നിധിയിൽ പ്രയോജനകരമായി തന്നെ ഉപയോഗിക്കുവാൻ തയ്യാറാകുക. ദൈവമക്കളെ, കർത്താവിൻ്റെ ദാസൻ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസങ്ങൾ ഞാൻ രാജമണ്ഡ്രി എന്ന് പറയുന്ന ആന്ധ്രയിലെ സ്ഥലത്തായിരുന്നു. അവിടെ നിന്ന് വെസ്റ്റ് ഗോദാവരിയിലായിരുന്നു ശുശ്രൂഷകൾ ക്രമീകരിക്കപ്പെട്ടത്. രണ്ടിടങ്ങളിലായിട്ടുള്ള കൺവെൻഷനുകളുണ്ടായിരുന്നു. പിന്നെ ഒരു നാഷണൽ യൂത്ത് കോൺഫറൻസ് ഉണ്ടായിരുന്നു. ഈ 3 ശുശ്രൂഷകളിലും ദൈവം എന്നെ ശക്തമായിട്ട് ഉപയോഗിച്ചു. അത് വലിയ ദൈവിക അനുഗ്രഹങ്ങൾക്ക് കാരണമായി തീരുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുവിൻ്റെ ജീവനുള്ള കൈ അവിടെ മനുഷ്യരുടെ മേൽ രോഗശാന്തിയുടെ ക്രിയേറ്റീവ് ഹീലിങ്സിൻ്റെയൊക്കെ അനുഗ്രഹങ്ങളായും ദൈവിക ഇടപെടലുകളായും വെളിപ്പെടുന്നത് കാണുവാൻ കർത്താവ് കൃപയാക്കി. നിരവധി ചെറുപ്പക്കാർ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഒരുപാട് പേരുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ പകർച്ചകളുണ്ടായി. ആമേൻ, ആമേൻ, ആമേൻ. യേശുവുമായുള്ള ബന്ധത്തിലേക്ക് ഒരു വലിയ ജനറേഷൻ തിരിയുന്നൊരു വലിയ കാഴ്ച കാണുവാൻ കർത്താവ് എന്നെ സഹായിച്ചു. ഇന്ന് നല്ല മഴയായതുകൊണ്ട് തന്നെ പലരും വീടുകളിലിരുന്നാണ് ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നത്. പലയിടങ്ങളിലും വെള്ളമൊക്കെ ചെറുതായിട്ടൊക്കെ കയറാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളായിരിക്കുന്നിടത്തൊക്കെ നിങ്ങൾ സുരക്ഷിതമായിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശുദ്ധ ദൈവവചനത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുവിനെ നാം പരിചയപ്പെടുമ്പോൾ യേശു ഏറ്റവും കൂടുതൽ സ്നേഹിച്ച ഒരു ഗ്രൂപ്പ് കുഞ്ഞുങ്ങളായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കുട്ടികളെ കർത്താവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ തന്നെ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് നമ്മുടെ അത്രയും വലിയൊരു ആത്മീയതയോ വലിയ ഭക്തിയോ ഒന്നുമില്ല. പക്ഷേ എന്നാൽ ദൈവം അവർക്കാണ് ഏറ്റവും കൂടുതൽ ഫസ്റ്റ് പ്രയോറിറ്റി കൽപ്പിക്കുന്നത് എന്ന് നമുക്ക് ദൈവവചനത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. നമ്മൾ ഇന്ന് പകൽ വായിക്കാൻ പോകുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 3-4 വചനങ്ങളാണ്. ഒന്ന് കരങ്ങളിലെടുക്കാമോ? മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 3-4 വചനങ്ങൾ. അതിൽ നിന്നാണ് കർത്താവ് ഇന്ന് നമ്മളോട് സംസാരിക്കുന്നത്. നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 3-4 വചനങ്ങൾ. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയി വരുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞു. ആകയാൽ ഈ ശിശുവിനെ പോലെ തന്നെത്താൻ താഴ്ത്തുന്നവൻ സ്വർഗരാജ്യത്തിൽ ഏറ്റവും വലിയവനാകുന്നു. ആമേൻ, ഹല്ലേലൂയ. അടുത്തത്, ഇങ്ങനെയുള്ള ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഇങ്ങനെയുള്ളൊരു ശിശുവിനെ എൻ്റെ നാമത്തിൽ കൈക്കൊള്ളുന്നവൻ എന്നെ കൈക്കൊള്ളുന്നു. ഒരു കുഞ്ഞിനെ പോലും യേശുവിൻ്റെ നാമത്തിൽ കൈക്കൊണ്ടാൽ ആ കുഞ്ഞിനെ അല്ല നമ്മൾ സ്വീകരിക്കുന്നത്, യേശുവിനെയാണ്. നിങ്ങളെ ഒരാൾ യേശുവിൻ്റെ നാമത്തിൻ്റെ പേരിൽ സ്വീകരിച്ചാൽ ആ സ്വീകരണം കൈക്കൊള്ളുന്നത് നമ്മളല്ല, കർത്താവായ യേശുവാണ്. യേശു അതുകൊണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങളെ തിരസ്കരിക്കുന്നവൻ എന്നെയാണ് തിരസ്കരിക്കുന്നത്, നിങ്ങളെ സ്വീകരിക്കുന്നവൻ എന്നെയാണ് സ്വീകരിക്കുന്നത്. നിങ്ങളൊരു ഭവനത്തിൽ ചെല്ലുമ്പോൾ സമാധാനം എന്ന് പറവീൻ. അവിടെ ഒരു സമാധാന പുത്രനുണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവിടെ വസിക്കും, ഇല്ലാഞ്ഞാൽ അത് നിങ്ങളോടുകൂടെ തിരിച്ചു പോരും. ആമേൻ. പല ഗ്രാമങ്ങളിലും ചെല്ലുമ്പോൾ നിങ്ങളെ അവർ കൈക്കൊണ്ടില്ല എന്ന് വന്നേക്കാം. പക്ഷേ നിങ്ങളുടെ കാലിലെ പൊടി അവിടെ തട്ടിയിട്ട് പോരുക. കാലാവസാനത്തിൽ സാക്ഷ്യത്തിനായിട്ട് അത് നിങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് വരും. അതായത് സുവിശേഷത്തിൻ്റെ നടുവിൽ യേശുവിൻ്റെ നാമവുമായി നിൽക്കുന്നൊരു വ്യക്തിക്ക് ദൈവം അത്രമേൽ പ്രാധാന്യത കൽപ്പിക്കുന്നുണ്ട്. ഒരാമേൻ പറയാമോ? എന്തുകൊണ്ടാണ് ഒരു ശിശുവിനെ പോലെ ആകണമെന്ന് യേശു പറഞ്ഞത്? നമ്മളെല്ലാവരും വലിയ ആളുകളെ പോലെ ആകണമെന്ന് പറയുന്നവർ നേരല്ലേ?
നമ്മുടെ മക്കളോട് നമ്മൾ പറയുന്നത് നിങ്ങൾ പഠിച്ച് വലിയൊരാളാകണം എന്ന്. വലിയൊരാളാകണം, ഒരു ഡോക്ടറാകണം, വലിയൊരു എൻജിനീയർ ആകണം, അബ്ദുൽ കലാമിനെ പോലാകണം, അല്ലേ? വലിയ വലിയ ആൾക്കാരെ ചൂണ്ടിക്കാട്ടിയിട്ടാണ് നമ്മൾ മക്കളോട് പറയുന്നത് നിങ്ങൾ വലിയവരാകണം. പക്ഷെ വലിയവനായ ദൈവം ഒരു കുഞ്ഞിനെ ചൂണ്ടിക്കാട്ടിയിട്ട് പറഞ്ഞു നിങ്ങൾ ഈ കുഞ്ഞിനെ പോലാകണം. എന്തോ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിനകത്തൊരു മിസ്റ്റേക്ക് ഉണ്ട് ഇവിടെ. നമ്മുടെ കാഴ്ചപ്പാടും ദൈവത്തിൻ്റെ കാഴ്ചപ്പാടും എൻ്റർലി ഡിഫറെൻ്റ് ആണെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ വലിയതെന്തോ ആകാൻ ശ്രമിക്കുമ്പോൾ ദൈവം നമ്മളിൽ നിന്നും കാണാൻ ആഗ്രഹിക്കുന്നത് ആ ചെറുതായ ശിശു നൈർമല്യമായ കുഞ്ഞുകാലത്തിൻ്റെ കൗതുകങ്ങളാണ് എന്ന് ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്നു. അത് പറഞ്ഞത് പ്രവാചകരോ ദൈവത്തിൻ്റെ അത്ഭുതദാസന്മാരോ ഒന്നുമല്ല, ഇത് പറഞ്ഞത് ദൈവം തമ്പുരാൻ തന്നെയാണ്, നമ്മുടെ കർത്താവായ യേശുവാണ്. നിങ്ങൾക്കൊരു കുഞ്ഞാകാൻ കഴിയുന്നുണ്ടോ? ഉണ്ടോ? ചില കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൗതുകം തോന്നാറുണ്ടോ? ചില സങ്കടങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് കരയാൻ പറ്റുന്നുണ്ടോ? ചില സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾക്ക് ചിരിക്കാൻ കഴിയുന്നുണ്ടോ? ഒരു പാട്ട് കേട്ടാൽ നിങ്ങൾക്ക് ഡാൻസ് കളിക്കാൻ തോന്നാറുണ്ടോ? ഒരു കഥ കേൾക്കുമ്പോൾ കഥയിലുള്ളതുപോലെ നിങ്ങൾക്ക് സങ്കല്പിക്കാൻ പറ്റുന്നുണ്ടോ? ഒത്തിരി യുക്തികളില്ലാതെ ഒത്തിരി കുട്ടിത്തത്തിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്താൻ പറ്റുന്നുണ്ടോ? ഈ ലോകത്തെ ഏറ്റവും ഭാവനാ സമ്പന്നർ കുഞ്ഞുങ്ങളല്ലേ? ഏറ്റവും കൂടുതൽ കഥകൾ അവർക്ക് വേണ്ടിയല്ലേ? യേശു കുഞ്ഞുങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ തന്നെയാണ് തൻ്റെ മുമ്പിൽ വന്ന മനുഷ്യരെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് യേശു ഏറ്റവും കൂടുതൽ കഥകളാണ് അവരോട് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ദൈവം ഇങ്ങനെ ശിശുക്കളെ പോലെ ആകാൻ പറഞ്ഞത്? ഒന്നാമത്തെ കാര്യം, ഒരു കുഞ്ഞിൻ്റെ ശക്തി എപ്പോഴും അതിൻ്റെ മാതാപിതാക്കളാണ്. നേരല്ലേ? ഒരു കതക് തുറക്കണമെങ്കിൽ അവർ നമ്മളെ വിളിക്കും, വിശക്കുന്നെങ്കിൽ അവർ നമ്മളെ വിളിക്കും, പേടിച്ചാൽ അവർ നമ്മളെ വിളിക്കും, തണുത്താൽ അവർ നമ്മളെ വിളിക്കും, വെള്ളത്തിന് ചൂട് കൂടിയാൽ അവർ നമ്മളെ വിളിക്കും, പഞ്ചസാരയ്ക്ക് മധുരമില്ലെങ്കിൽ ചായക്ക് മധുരമില്ലെങ്കിൽ അവർ നമ്മളെ വിളിക്കും, ചോറിന് ഉപ്പില്ലെങ്കിൽ അവർ നമ്മളെ വിളിക്കും, കുടിക്കാൻ കൊടുക്കുന്ന വെള്ളം പോരെങ്കിൽ അവർ നമ്മളെ വിളിക്കും. എപ്പോഴും അമ്മേ 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 അമ്മേ, അച്ഛേ 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 അച്ഛാ വിളിച്ചോണ്ടിങ്ങനെ ചെലച്ചോണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ. അവർ ഏത് കളിയുടെ നടുവിലാണേലും അവർ നമ്മളെ ഓർക്കും. എപ്പോഴും അവർക്ക് നമ്മളുമായിട്ടൊരു ബന്ധം വേണം. യേശു ഇത് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ആരായാലും, നിങ്ങൾ എന്തായാലും, നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും, നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങൾക്ക് ദൈവവുമായി ഇങ്ങനെ ബന്ധപ്പെടാൻ കഴിയണം. സകല കാര്യത്തിലും കർത്താവിനെ ആശ്രയിക്കുക എന്നത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഞാൻ എന്നിൽ തന്നെ പ്രാപ്തനാണെന്നുള്ള ചിന്തയേക്കാൾ അപ്പുറത്ത് ഞാൻ യേശുവിനാൽ ശക്തനാണ് എന്ന് പറയുന്നിടത്താണ് ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുന്നത്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മക്കളെ, ഒരു കുഞ്ഞ് അതിൻ്റെ മാതാപിതാക്കളെ എല്ലാ കാര്യത്തിനും ആശ്രയിക്കുന്നത് പോലെ നമുക്ക് എല്ലാ കാര്യത്തിനും ദൈവത്തെ ആശ്രയിക്കാൻ കഴിയണം. രാവിലെ ഉണർന്നപ്പോൾ ഞാൻ എഴുന്നേറ്റു എന്ന് നമ്മളൊരാളെ ഫോൺ ചെയ്ത് പറയും. പക്ഷെ ദൈവഭക്തനായൊരു മനുഷ്യൻ അങ്ങനെയല്ല പറഞ്ഞേ, ഞാൻ കിടന്നുറങ്ങി, യഹോവ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്നുമിരിക്കുന്നു. ഞാൻ എഴുന്നേറ്റതുപോലും നിൻ്റെ കൈ എന്നെ താങ്ങിയതിനാലാണ്. ഞാൻ കണ്ണ് തുറന്നത് നീ എന്നെ താങ്ങിയതിനാലാണ് യേശുവേ. എൻ്റെ കാലുകൾ ഇപ്പോൾ ചലിക്കുന്നത് അങ്ങനെ താങ്ങിയതിനാലാണ് കർത്താവേ. കുറേ വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ ഞാനൊരു ശുശ്രൂഷയ്ക്ക് വെല്ലുന്നു. അവിടെ ചെല്ലുമ്പോൾ ഒരു സഹോദരനെ പ്രാർത്ഥിക്കാൻ വേണ്ടി കൊണ്ടുവന്നു. അദ്ദേഹത്തിൻ്റെ കുറേ കൂട്ടുകാരന്മാർ യൂണിയൻകാരാണ്. ഒരു ഓട്ടോറിക്ഷയിലാണ് ഈ കൂട്ടുകാരനെ കൊണ്ടുവരുന്നത്. രാത്രി കിടന്നുറങ്ങി, നേരം വെളുത്ത് എഴുന്നേറ്റപ്പോൾ ഒരു കാല് നിലത്ത് കുത്താൻ വയ്യ. അദ്ദേഹം ആഞ്ഞാഞ്ഞ് കുത്തി നോക്കിയപ്പം ആ കാലിന് മറ്റേ കാലിനേക്കാൾ ഒരു 3 ഇഞ്ച് നീളം കുറവാണ്. ഒന്ന് കുനിഞ്ഞ് നിവർന്നപ്പോഴേക്കും നടുവിന് അസഹനീയമായ വേദന, പിന്നെ ട്രീറ്റ്മെൻറ്റായി, ബെൽറ്റ് ഡീലിലായി. അങ്ങനെ ആ സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് അദ്ദേഹത്തെ കൊണ്ട് വരുന്നത്. ഒരു രാത്രി ഉറങ്ങി എഴുന്നേറ്റപ്പോൾ സ്വന്തം കാലിൻ്റെ എന്തോ നെർവ് പ്രോബ്ലത്തിൻ്റെ പേരിൽ, തൻ്റെ നടുവിൻ്റെ എന്തോ പ്രശ്നത്തിൻ്റെ പേരിൽ ഒരു കാലിൻ്റെ നീളം കുറഞ്ഞു പോവുക. നമ്മൾ പ്രാർത്ഥിക്കാതെ എത്ര രാവിലെ എഴുന്നേറ്റ് ഓടിയവരാ. ഇനി അത് ആവർത്തിക്കരുത്. കർത്താവ് താങ്ങുന്നതിനാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. ഞാൻ ഉണരുമ്പോൾ നീതിയിൽ നിൻ്റെ മുഖം കണ്ട് തൃപ്തനാകും. കർത്താവ് താങ്ങിയത് കൊണ്ട് ഞാൻ ഉണർന്നു.
അപ്പോൾ ഉണരുന്നത് മുതൽ ഉറങ്ങുന്നത് വരെ ജീവിതത്തിൻ്റെ സമസ്ത കാര്യങ്ങളിലും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എന്ന് നാം സാക്ഷീകരിച്ച് തുടങ്ങുമ്പോൾ തന്നെ ജീവിതത്തിലൊരു വിശാലത വരും. ഇന്ന് വണ്ടിക്കൂലിക്ക് പണം കിട്ടിയത് കർത്താവേ അങ്ങയുടെ അനുഗ്രഹത്താലാണ്. ഇന്ന് നല്ല ഡ്രസ്സ് ഇടാൻ കഴിഞ്ഞത് കർത്താവേ അങ്ങയുടെ അനുഗ്രഹത്താലാണ്. സ്വന്തം ചീപ്പ് കൊണ്ട് സ്വന്തം തലമുടി ചീകാൻ കഴിഞ്ഞത് ദൈവാനുഗ്രഹത്താലാണ്. സ്വന്തം കൈകൊണ്ട് ബ്രഷ് ചെയ്യാൻ കഴിഞ്ഞത് ദൈവാനുഗ്രഹത്താലാണ്. സ്വന്തം ദേഹം സ്വന്തം കൈകൾ കൊണ്ട് വൃത്തിക്ക് കഴുകാൻ കഴിഞ്ഞത് ദൈവാനുഗ്രഹത്താലാണ്. മലമൂത്ര വിസർജനം ചെയ്തിട്ട് കഴുകാനോ തുടയ്ക്കാനോ ആളില്ലാത്തതിൻ്റെ പേരിൽ എണ്ണിയാലൊരു 2000-ലല്ല 3000-ലൊരു 12,000 പേരെ കേരളത്തിൽ കിട്ടും. നമ്മളിങ്ങനെ നിൽക്കുന്നത് തന്നെ ദൈവത്തെ സ്തുതിക്കാനൊരു വലിയ കാരണമല്ലേ? അങ്ങനെയെങ്കിൽ അതിന് സ്തുതി കൊടുക്കുവാൻ നമ്മുടെ നാക്കിനെ നമ്മൾ പരിശീലിപ്പിക്കണ്ടേ? അതിന് നന്ദി പറയാൻ നമുക്ക് സമയം വേണ്ടേ? വാക്കുകൾ വേണ്ടേ? ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും, അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിൻ്റെ മേലുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഒരു കുഞ്ഞിന് നിങ്ങളൊരു കളിപ്പാട്ടം മേടിച്ചു കൊടുക്കൂ, ഒരു മുട്ടായി മേടിച്ചു കൊടുക്കൂ. ആ മുട്ടായിയുമായിട്ട് ആ കുഞ്ഞ് ആ പെരയ്ക്കകത്തോടെ നടക്കുന്ന സമയത്തൊക്കെയും ആ ടേസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ കുഞ്ഞ് പറയും നല്ല മുട്ടായിയാ. കുഞ്ഞ് പറയും ദൈവം തരുന്ന ദാനമൊക്കെ നല്ലതെന്ന് പറയാൻ കഴിയണം. നിങ്ങൾ ശിശുക്കളെ പോലെ ആകണം. അവൻ നല്ലതല്ലാത്തതൊന്നും ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും പാടാറില്ലേ, നന്മയല്ലാതൊന്നും ചെയ്തിടാത്തവൻ തിന്മയാകെ മായിക്കുന്നവൻ പാപമെല്ലാം ക്ഷമിക്കുന്നവൻ പൊതുജീവൻ എന്നിൽ പകരുന്നവൻ യേശു 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 ആരിലും വലിയവൻ യേശു 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 ആരിലും മതിയായവൻ യേശു ആരിലും മതിയായവൻ ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും ഭാരമുള്ളിൽ നേരിടും നേരമെല്ലാം താങ്ങിടും സാരമില്ലെന്നോതിടും തന്മാർവിലൻ ചേർത്തിടും സാരമില്ലെന്നോതിടും തന്മാർവിലൻ പറയാമോ? യേശു നല്ലവൻ, യേശു നല്ലവൻ, യേശുവെന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നുമെന്നും. ഒരിക്കൽ കൂടെ പാടാം. എന്നും നല്ലവൻ യേശു, എന്നും നല്ലവൻ, ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. യേശു ഇന്നലെയും ഇന്നുമെന്നും അന്യനല്ലവൻ. ദൈവം നൽകുന്നതും ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയതും അത് തന്ന ദൈവവും നല്ലതാണെന്നെന്നും പറയുക. ആമേൻ. ഒന്നാമത്തെ കാര്യം, കുഞ്ഞുങ്ങൾ എപ്പോഴും ആശ്രയം അതിൻ്റെ മാതാപിതാക്കളിൽ വെക്കുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആശ്രയം അമ്മശി എന്നും ആരിലായിരിക്കണം? യേശുവിലായിരിക്കണം. 2, ഒരു കുഞ്ഞു മുട്ടായി പോലും ഒരു കുഞ്ഞിനെ സന്തോഷിപ്പിക്കുന്നത് പോലെ ജീവിതത്തിൻ്റെ ഏറ്റവും ചെറിയ അനുഗ്രഹങ്ങൾക്ക് പോലും വലിയ തോതിൽ നന്ദി പറയാനുള്ള മനസ്സ് നമുക്കുണ്ടായിരിക്കണം. ആമേൻ. വലിയ വലിയ വണ്ടി കിട്ടുമ്പോഴല്ല, ഒരു കുഞ്ഞ് കടലമുട്ടായി കിട്ടുമ്പോഴും സന്തോഷം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു കുഞ്ഞിന് വലിയൊരു ടെഡി ബിയർ കൊടുക്കുന്നത് പോലെ തന്നെ സന്തോഷം അതിൻ്റെ കുഞ്ഞ് ബലൂൺ കൊടുക്കുന്നതും. നിങ്ങൾക്ക് മനസ്സിലായല്ലോ? ചെറുതിലും വലുതും ഒരുപോലെ സന്തോഷിക്കുന്നൊരു ഹൃദയം കർത്താവേ എനിക്ക് നൽകണമേ. അങ്ങയുടെ സന്നിധിയിൽ ചെറുതിലും വലുതിലും ഒരുപോലെ ആനന്ദിക്കുന്ന ഒരു നല്ല ഹൃദയം യേശുവേ എനിക്ക് തരണമേ. അങ്ങനെ ചെയ്താലുള്ളതിൻ്റെ മേന്മ എന്താണ്? ചെറുതിലും വലുതിലും ഒരുപോലെ സന്തോഷിച്ചാലുള്ള മേന്മ എന്താണ്? നമ്മുടെ ഹൃദയം എന്നും നന്മകളെക്കാൾ അധികം അത് തരുന്നവനിൽ ബന്ധിക്കപ്പെട്ടിരിക്കും.
കർത്താവിൽ നിന്ന് നമ്മുടെ ഹൃദയം സ്ഥിരമായിരിക്കും. മൂന്നാമത്തെ കാര്യം, നമ്മൾ ആ കുഞ്ഞിനോട് ചോദിക്കും, ഇത് ആര് മേടിച്ച് തന്നതാ? ഈ ഉടുപ്പ് ആര് മേടിച്ച് തന്നതാ? ഈ നിക്കർ ആര് മേടിച്ച് തന്നതാ? ഈ ചെരുപ്പ് ആര് മേടിച്ച് തന്നതാ? ഹലോ, ഈ ബലൂൺ ആര് മേടിച്ച് തന്നതാ? ആരുടെ പേര് പറയും? കൊടുത്തവരുടെ പേര് പറയും. ദാനമല്ല അവിടെ വലുതാകുന്നത്, അവരുടെ കയ്യിലിരിക്കുന്നത് എവിടെ നിന്ന് വന്നു എന്നുള്ളത് അവർ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഈ വീട് എനിക്ക് യേശു തന്നതാ, ഈ ജോലി എനിക്ക് യേശു തന്നതാ, എൻ്റെ തലമുറയെ കർത്താവ് എനിക്ക് തന്നതാ, ഈ നല്ല സൗകര്യങ്ങൾ എനിക്ക് എൻ്റെ കർത്താവ് തന്നതാ, ഈ ആരോഗ്യം എനിക്ക് എൻ്റെ ദൈവം തന്നതാ, ഈ വസ്ത്രം എനിക്ക് എൻ്റെ ദൈവം തന്നതാ. ഞാൻ യഹോവയോടൊരു കാര്യം പറഞ്ഞു, അങ്ങൊഴികെ എനിക്ക് ഒരു നന്മയുമില്ല. നോക്കിക്കേ, ചിലരൊക്കെ രാജാക്കന്മാരായതിൻ്റെ പുറകിൽ അവർക്കത് ദൈവത്തോട് പറയാൻ കഴിഞ്ഞു. ഞാൻ രാജാവായതല്ല, നീ എന്നെ ആക്കിയതാ. ഞാൻ വലിയവനായതല്ല, അങ്ങനെ വലുതാക്കിയതാ. ഞാൻ ഏറ്റവും ചെറുതായിരുന്നിടത്തു നിന്ന് ഞാൻ ഇന്ന് എന്തെങ്കിലും ആണെങ്കിൽ യേശുവേ അങ്ങനെ ആക്കിയതാണ്. ദൈവസഭയോട് ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, നിന്റെ ജീവിതത്തിൽ നീ ഒരുപാട് വാക്കുകൾക്കിടയിൽ എന്നോട് നന്ദി പറയാൻ മറന്നവനാണ്. അത് തിരികെ പിടിക്കുക. നന്ദിയെ തിരികെ പിടിക്കുക എന്ന് പറഞ്ഞാൽ അനുഗ്രഹങ്ങളുടെ താക്കോല് കയ്യിലെടുക്കുക എന്നാണ് എൻ്റെ അർത്ഥം. പ്രൈസ് ദ ലോർഡ്. അനുഗ്രഹങ്ങളുടെ താക്കോല് കയ്യിലെടുക്കുക. CMC വെല്ലൂർ എന്ന് പറയുന്ന ഇന്ത്യയിലെ പ്രശസ്തമായ ഒരു ആശുപത്രിയിൽ കുറേ വർഷങ്ങൾക്ക് പുറകിൽ ഞങ്ങളുടെ ഒരു സഹോദരൻ്റെ വൈഫിന് അത്യാസന്ന നിലയിൽ ഒരു രോഗം മൂർച്ഛിച്ച് മരിക്കാൻ കിടക്കുമ്പോൾ പുള്ളിക്കാരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായി അദ്ദേഹത്തുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ഞങ്ങളിൽ ചിലർ കടന്നുപോയി. അന്ന് അവിടെ ചെല്ലുമ്പോൾ CMCയിൽ ഒരുപാട് രോഗികൾ കിടക്കുന്നിടത്ത് പ്രാർത്ഥിക്കുവാനായി തന്നെ നിയമിക്കപ്പെട്ട ഒരു ഗ്രൂപ്പിനെ ഞങ്ങൾ പരിചയപ്പെട്ടു. അവരുടെ പ്രത്യേകത, അവർ ഇനിയും ലൈഫിലേക്ക് തിരികെ ചാൻസ് ഇല്ല എന്നുള്ളവർക്ക് വേണ്ടിയാണ് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ ഒരു 4-5 പേരോളം അവരുടെ കൂട്ടത്തിലുണ്ട്. അപ്പോൾ ഞാൻ ആ സഹോദരന്മാരോട് പറഞ്ഞു, നിങ്ങളുടെ ഈ ഒരു ശുശ്രൂഷയുടെ ഒരു പാറ്റേൺ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇമ്പോസിബിൾ പ്രൊജക്റ്റുകളെ മാത്രം ഏറ്റെടുക്കുന്നവർ, അത്തരം അസൈൻമെൻറ്റുകൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിക്കാൻ ഡെഡിക്കേറ്റഡ് ആയിട്ട് നിൽക്കുന്നവർ. അവർക്ക് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ല, അവരുടെ മോട്ടീവ് പണമല്ല, അവർക്ക് വേറെ ഒന്നും വേണ്ട. ജസ്റ്റ് അവരേറ്റവും കൈവിട്ടു പോയി എന്നുള്ള വിഷയങ്ങളെ മാത്രം എന്ത് ചെയ്യും? ടേക്ക് കെയർ ചെയ്യും. അതിനുവേണ്ടി മാത്രം പ്രാർത്ഥിക്കും. അന്ന് മുതലാണ് എൻ്റെ ജീവിതത്തിലും എനിക്ക് കൈവിട്ടു പോയത്, ഇനി തിരിച്ചു വരത്തില്ല എന്നുള്ള വിഷയങ്ങളെ തിരിച്ചു പ്രാർത്ഥിച്ചെടുക്കുന്നത് നമ്മുടെ ഒരു ഹോബിയായി മാറിയത്. പ്രൈസ് ദ ലോർഡ്. അപ്പോൾ നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സാധിക്കില്ലെന്നുള്ള വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുക, അത് സാധ്യമാകുന്നത് കണ്ട് കേട്ട് എഴുന്നേൽക്കുക. അതൊരു വലിയൊരു വിനോദമായി മാറി ആത്മിക ജീവിതത്തിൽ. പ്രാർത്ഥന ഒരു എൻ്റർടൈൻമെൻറ്റായി മാറുന്നത് അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അവരിൽ ചിലർ എന്നോട് പറഞ്ഞു, ഞങ്ങളും ഇതുപോലെ ഒരു ദിവസം ഇവിടെ കിടന്നയാളാണ്. അതിലൊരാൾ തൻ്റെ വസ്ത്രം മാറ്റി കാണിച്ചു, എൻ്റെ ലിവറാണ് ട്രാൻസ്പ്ലാന്റ് ചെയ്തത്, പക്ഷേ ഇത് ശരിയാകുമെന്ന് പറഞ്ഞതല്ല, പക്ഷേ ഇന്ന് ഞാൻ ആരോഗ്യത്തിലായിരിക്കുന്നത് ദൈവകൃപയാലാണ്. എന്നിട്ട് അവരൊരു കാര്യം, ഈ രോഗികളുടെ അടുക്കൽ വന്നിട്ട് അവർ പറയുന്നത് പ്രാർത്ഥനയല്ല, അവർ സംസാരമാണ്. അവർ സംസാരിക്കുകയാണ്. ഓ, നമ്മൾ ഇതിനേക്കാളും വലിയ അവസ്ഥയിൽ കിടന്നതല്ലേ. അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അതെ, അന്ന് യേശുവല്ലേ നമ്മളെ എഴുന്നേൽപ്പിച്ചേ, നമ്മളെ തിരിച്ചു കൊണ്ടുവന്ന് നമ്മുടെ കർത്താവല്ലേ, രക്ഷപ്പെടാത്ത നമ്മളെ തിരിച്ചു കൊണ്ടുവരാൻ നമ്മുടെ ദൈവത്തിനായെങ്കിൽ ഇദ്ദേഹത്തെ പറ്റത്തില്ലേ? സംസാരിച്ച് കിടക്കുന്ന ആളെ ജീവനിലേക്ക് തിരിച്ചു കൊണ്ടുവരും. വർത്താനം പറഞ്ഞ്. ഹല്ലേലൂയ. ആരാധന അല്ലെങ്കിൽ സ്തുതി എന്ന് പറയുന്നതിന് ദൈവസേന കൊടുത്തിട്ടുള്ള പല വാക്കുകളുണ്ട്. അതിലൊരു വാക്കാണ് തെഹലീം. അതിൽ ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ച്, അതായത് ആ ഹോളി ഈഗോയെ പ്രൈസ് ചെയ്യുക എന്നുള്ളതാണ്. ദൈവം ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ആ ഹോളി ഈഗോയെ ഹൈലൈറ്റ് ചെയ്യുക. അങ്ങനെ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരു മഹത്വം ഇറങ്ങും. ജീവനില്ലാത്തവന് ജീവനും സൗഖ്യമില്ലാത്തവന് സൗഖ്യവും ആരോഗ്യമില്ലാത്തവന് ആരോഗ്യവും എല്ലാം അവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടും. ഓരോ ചെറുതോ വലുതോ കയ്യിൽ വരുമ്പോഴും തന്നതാരാണെന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഒരാമേൻ പറയാമോ? പ്രൈസ് ദ ലോർഡ്. 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഒരു കുഞ്ഞുമായിട്ട് ബന്ധപ്പെട്ട്. ഒന്നാമത്തെ കാര്യം എന്തോ വരുന്നു സുനിത സിസ്റ്ററെ? അയ്യോ, ഞാൻ ആരോട് എത്ര നേരം പറഞ്ഞേ? ഒന്നാമത്തെ കാര്യം എന്തോ ആയിരുന്നു? എന്തോ? ബന്ധം. ഫസ്റ്റ് തിങ്. അവർക്കെപ്പോഴും എന്തെല്ലാം ഉണ്ടെങ്കിലും ഓരോരുടെ അമ്മയെ അപ്പയെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? വിളിച്ചുകൊണ്ടേയിരിക്കും. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു?
എന്ത് നല്ലത് ടേസ്റ്റ് ചെയ്താലും, എന്ത് നല്ലത് കൈ കിട്ടിയാലും നല്ലതെന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കും. ജീവിതം കെട്ടതാണ്, കൊള്ളുവേലാത്തതാണ്, ബന്ധനമാണ്, പോരാട്ടമാണ്, അവരുടെ കൂടോത്രമാണ്, ഇവരുടെ വിഷയമാണ്, അങ്ങനാണ് ഇങ്ങനാണ്. ചുരുക്കി പറഞ്ഞാൽ മനോഹരമായൊരു ടേബിളിനെ നിരത്തിയിടുന്നത് പോലെ സ്വന്തം ലൈഫിൻ്റെ ബ്ലസ്ഡ് ആയിരിക്കുന്ന മേഖലകളെ നാക്കുകൊണ്ട് പറഞ്ഞ് വികലമാക്കി മുടിഞ്ഞവരൊത്തിരിയുണ്ട്. സാത്താന് പോലും അറിയത്തില്ല അവനാ ഇത് നശിപ്പിച്ചെന്നുള്ള കാര്യം. പക്ഷെ അവർ പറഞ്ഞിതങ്ങ് കുളവാക്കിയിട്ടേക്കുക. അതിൻ്റെ കാരണം തെറ്റിദ്ധാരണകളാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ബന്ധനം തെറ്റിദ്ധാരണയാണ്. അവരത് ചെയ്തിട്ടായിരിക്കും എനിക്കിത് വന്നത്. നിങ്ങളുടെ അറിവുകേടാ. പലപ്പോഴും റെസ്പോൺസിബിലിറ്റി അവിടെ എവിടെയും കൊണ്ടുപോയി വെക്കുന്നത് മാറ്റിയിട്ട് സ്തുതിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ദൈവത്തിൽ ബലപ്പെട്ടുകൊണ്ടും സ്വന്തം ജീവിതത്തിൻ്റെ പാന്താവുകളിൽ എഴുന്നേൽക്കാൻ തയ്യാറായിക്കേ. ദൈവം നിൻ്റെ കൂടെയില്ലേ? കർത്താവ് നിങ്ങളുടെ കൂടെയില്ലേ? സാത്താൻ അത് ചെയ്തു, സാത്താൻ ഇത് ചെയ്തു എന്ന് പറയും തോറും നിങ്ങൾ നിങ്ങളുടെ കർത്താവിനെയല്ലേ കൊള്ളരുതാത്തവനായിട്ട് ചിത്രീകരിക്കുന്നത്? തിരിച്ചു വരൂ പ്രിയപ്പെട്ടവരെ. നല്ലത് പറയൂ, നല്ലത് ചിന്തിക്കൂ, നല്ലതിനായിട്ട് ഉണരൂ. നിങ്ങളുടെ ജീവിതത്തെ കർത്താവിൽ ഏറ്റവും ശ്രേഷ്ഠമായി കാണൂ. എപ്പോഴും ദൈവം നല്ലവനെന്നും അവിടുന്ന് തന്നത് നല്ലതെന്നും പറയും. മൂന്നാമത്തെ കാര്യം, എന്ത് ലഭിച്ചാലും തന്നത് ആരാണെന്ന് അവർ വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. 4ാമത്തെ കാര്യത്തിലേക്ക് ഞാൻ പോകട്ടെ. ക്ഷമിക്കാൻ തയ്യാറാകും. കുഞ്ഞുങ്ങളെ പോലെ വഴക്കുണ്ടാക്കുന്നവരില്ല. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേനെ അവർ വഴക്കുണ്ടാക്കും, ചിലപ്പോൾ തമ്മിലടിക്കും. പക്ഷെ എത്ര വഴക്കുണ്ടായാലും അതിൻ്റെ തൊട്ടപ്പുറത്ത് അവർ 10 മിനിറ്റ് കഴിയുമ്പോൾ പിന്നെയും ചങ്ങാതിമാരാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ക്ഷമിക്കുന്ന സ്വഭാവം ജീവിതത്തിൽ വേണം. നമ്മളെക്കുറിച്ച് ഏറ്റവും മോശം പറഞ്ഞവരെ നമ്മൾ എന്തിനാണ് കൊണ്ടു നടക്കുന്നേ? പക്ഷേ ഞാൻ അങ്ങനെ ആരെയും എൻ്റെ കൂടെ കൊണ്ടുവന്നിട്ടില്ല. നിങ്ങളുടെ ഹൃദയത്തിൻ്റെ സിബ് തുറന്നാൽ കാണാം അവരവിടെ പല്ല് കട്ടിച്ചിരിക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് എടുത്ത് കളഞ്ഞേ. ഒരിക്കലും ഒരു ഗുരുവിൻ്റെ അടുക്കൽ കുറേ ശിഷ്യന്മാർ ചെന്നു. അദ്ദേഹം അവരോട് ക്ഷമയെക്കുറിച്ച് പറഞ്ഞു. ആ ക്ഷമയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഒരു ശിഷ്യൻ പറഞ്ഞു, എനിക്ക് ക്ഷമിക്കാൻ പറ്റത്തില്ല, കാരണം അവരെന്നോട് ചെയ്തത് ഇതാണ്, എനിക്ക് പൊറുക്കാനൊന്നും പറ്റത്തില്ല. അന്ന് വൈകുന്നേരം ആശ്രമത്തിൽ പച്ചക്കറിയും പഴങ്ങളും വാങ്ങാൻ ആ ശിഷ്യനെ ഗുരു വിട്ടു. അതുമെല്ലാം വാങ്ങി തിരികെ വന്ന ശിഷ്യനോട് ഗുരു പറഞ്ഞു, ഇന്നിത് നീ ആശ്രമത്തിൻ്റെ അകത്ത് വെക്കരുത്, നീ കിടക്കുന്ന മുറിയിൽ കൊണ്ടുപോവുക. പക്ഷേ ഉറങ്ങുമ്പോഴും ഇത് നിൻ്റെ കയ്യിൽ നീ എന്ത് ചെയ്യണം? ക്യാരി ചെയ്യണം. ഗുരു പറഞ്ഞതല്ലേ. അന്ന് രാത്രി മുഴുവൻ എന്തോ പ്രത്യേക സാധനയുടെ ഭാഗമാണെന്ന് കരുതി കയ്യിൽ കരുതിയ സാമഗ്രികളെല്ലാം തൂക്കി പിടിച്ചുകൊണ്ട് കിടന്നുറങ്ങി. നേരം വെളുത്ത് ഗുരുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഇത് എവിടെയാണ് വെക്കേണ്ടത്? വെക്കാറായിട്ടില്ല, കയ്യിൽ തന്നെ പിടിക്കാൻ പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസവും ഗുരുവിന് ശിഷ്യനെ കണ്ടു. നിൻ്റെ ഇത് കയ്യിൽ തന്നെയുണ്ട്, എവിടെയാണ് വെക്കേണ്ടത്? വെക്കാറായിട്ടില്ല, കയ്യിൽ തന്നെ പിടിക്കുക. 2ാമത്തെ ദിവസവും കഴിഞ്ഞു. 3ാമത്തെ ദിവസം എത്തി. അകത്തിരിക്കുന്ന പല പഴങ്ങളും അവനോട് പറയാൻ തുടങ്ങി, ഞങ്ങൾ സമയം കഴിഞ്ഞ് പോവുകയാണേ. ഈച്ചകൾ അവൻ്റെ അടുക്കലേക്ക് വരാൻ തുടങ്ങി. ചെറിയ ചെറിയ ദുർഗന്ധങ്ങൾ ഇങ്ങനെ വരാൻ തുടങ്ങി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴേക്കിനും തക്കാളിക്കായുടെയൊക്കെ രൂപം മാറിയിട്ട് അതൊക്കെ അതിനകത്തൂടെ പൊട്ടി ഒഴുകാൻ തുടങ്ങി. ഗുരുവിനോട് ചോദിച്ചു, ഇത് താഴെ വെക്കാറായിട്ടില്ല, കൊണ്ട് നടക്കുക. 6 ദിവസമായപ്പോഴേക്കും അതിൽ പല പഴങ്ങളും ചീഞ്ഞഴുകി ഉള്ളതിനെ കൂടെ നല്ല പച്ചക്കറിയെയും പഴങ്ങളെയും കൂടെ അഴുക്കാക്കി അതിനകത്തൂടെ ഒഴുകാൻ തുടങ്ങി. ഇയാൾ ചെല്ലുന്നിടത്തെല്ലാം ഇതിങ്ങനെ ഇറ്റിറ്റ് വീഴും. അപ്പോൾ മറ്റൊരാളുടെ ജോലി ഇതിങ്ങനെ എന്ത് ചെയ്യുക? തുടയ്ക്കുക. അപ്പോൾ പറഞ്ഞു, ഗുരു, ഇത് കുറച്ച് ദിവസങ്ങളായില്ലേ കയ്യിൽ ഇങ്ങനെ ക്യാരി ചെയ്യുന്നു, ഇത് ഇനിയെല്ലാം താത്തുവെക്കാൻ അനുവദിക്കൂ. ഉടനെ അദ്ദേഹം പറഞ്ഞു, ആരുടെയൊക്കെയോ ജീവിതത്തിൽ നിന്ന് നിനക്ക് പറ്റിപ്പോയ ദുരനുഭവങ്ങളെ ക്ഷമിക്കാതെ ചുമന്നുകൊണ്ട് കിടക്കുന്ന ഒരവസ്ഥയല്ലേ നിൻ്റെ മനസ്സിലുള്ളത്? മറ്റുള്ളവരോട് പൊറുക്കാതെ ഉള്ളിൽ അതിട്ട് കൊണ്ടു നടക്കുമ്പോൾ നിന്നിൽ നിന്നും പുറത്തേക്ക് വരുന്നത് ഇത്തരം ദുർഗന്ധമാണ്. യേശു നമ്മളോട് പറഞ്ഞു, തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആവുക, മാനസാന്തരപ്പെടുക, ക്ഷമിക്കുക, വിട്ടുകളയുക. നിങ്ങൾക്ക് നഷ്ടം ഉണ്ടായിട്ടുണ്ടാകും, റിപ്പയർ ചെയ്യുന്നേ. നമുക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ വണ്ടി ഒന്ന് തട്ടി, അതിൻ്റെ സൈഡ് മിററിന് എന്തെങ്കിലും പറ്റി, അല്ലെങ്കിൽ ഒരു ടയർ പഞ്ചറായി, നമ്മൾ എന്താ ചെയ്യുന്നേ? വണ്ടി കളഞ്ഞു എന്ന് പറഞ്ഞ് അവിടെ കിടന്ന് വഴക്കുണ്ടാക്കിയോണ്ട് വണ്ടിയുടെ ചളുക്കം മാറുവോ? മാറില്ല. നിങ്ങൾക്ക് ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ
ചേട്ടാ കുഴപ്പമില്ല, വണ്ടിയായ തട്ടിയും മുട്ടിയിരിക്കും, നിങ്ങൾ പോക്കോ, എൻ്റെ വണ്ടി ഞാൻ ശരിയാക്കിക്കോളാം. അതിനുള്ള സഹിഷ്ണുതയുണ്ടെങ്കിൽ ഇതുമായിട്ട് റോഡിൽ ഇറങ്ങാവൂ. നേരല്ലേ? അവിടെ മദ്യപിച്ചോടിക്കുന്നവരുണ്ടാകും, ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചോടിക്കുന്നവരുണ്ടാകും. നിന്റെ തെറ്റ് കാരണമാണ് എനിക്കിത് വന്നതെന്ന് അവരോട് ശടിച്ചിട്ട് എന്തേലും പ്രയോജനമുണ്ടോ? ഒരു ഗുണവുമില്ല, ഒരു പ്രയോജനവുമില്ല. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? വന്നതിൻ്റെ ബാക്കി നോക്കുക. വർക്ക്ഷോപ്പിൽ കയറ്റി അതിനെ നേരെയാക്കുന്നത് പോലെ തന്നെയാണ് ഒരാൾ നിമിത്തം നമുക്കുണ്ടായ ഒരു ഡാമേജ് ക്ലിയർ ചെയ്യുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ക്ഷമ. അത് ക്ഷമിച്ചില്ലെങ്കിൽ നിങ്ങൾ ചളുക്കവുമായിട്ട് ഇങ്ങനെ നടക്കും. ചിലർ വണ്ടി കൊണ്ട് നടക്കുന്നത് കണ്ടിട്ടില്ലേ? എത്ര അതിന് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും അത് എന്ത് ചെയ്യത്തില്ല, അത് പെയിൻറ്റ് പോയിട്ടുണ്ടാകാം, ഗ്ലാസ് പൊട്ടിയിട്ടുണ്ടാകാം. എനിക്കറിയാം, ഞാൻ ഈ മണർകാട് ഒരു വണ്ടി കണ്ടിട്ടുണ്ട്. ആ വണ്ടിയുടെ ഗ്ലാസ് ഞാൻ കണ്ട കാലം ഒരു പൊട്ടിയിരിക്കുന്നത് ഇതുവരെ മാറിയിട്ടില്ല. ഒരു വാഗണറാണ്, ഒരു കടക്കാരൻ്റെ വണ്ടിയാണ്. അത് മാർക്കറ്റിൽ കിടക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലാവും പുള്ളിയുടെ വണ്ടിയാണ്. കാരണം എന്താ കാര്യം? ആ വാഹനത്തിൻ്റെ ഗ്ലാസ് പൊട്ടിയത് എൻ്റെ ഓർമ്മയിൽ 3-4 വർഷമായിട്ട് അതിങ്ങനെ പിണ്ടിരിക്കുക. അത് ഇതുവരെ എന്ത് ചെയ്തിട്ടില്ല, മാറ്റിയിട്ടില്ല. അടുത്തിരിക്കുന്നു പറഞ്ഞാൽ റിപ്പയർ ചെയ്യുക, വർക്ക്ഷോപ്പിൽ കയറ്റണം, മാറ്റേണ്ടത് മാറ്റണം, വിടേണ്ടത് വിടണം, കളയേണ്ടത് കളയണം. ഇതകത്തിരുന്നാൽ എന്താ കുഴപ്പം? ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ പ്രശ്നത്തിലായിരിക്കുന്നത് സൗന്ദര്യവുമായി ബന്ധപ്പെട്ട. ഏറ്റവും കൂടുതൽ മനുഷ്യർക്ക് ഇന്നുള്ള രണ്ടാമത്തെ രോഗങ്ങളിലൊന്ന് വീസിങ് പ്രോബ്ലംസാണ്, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങൾ. കോവിഡ് പോലെയുള്ള പ്രശ്നം വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ബാധിച്ചത് ശ്വാസകോശത്തെയാണ്. അത് സ്പോഞ്ച് പോലാന്ന് മറ്റേ പുള്ളി പറഞ്ഞാലും ഇവിടെ എന്ത് ചെയ്യത്തില്ല, ആൾക്കാർ വലി നിർത്തത്തില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എനിക്കൊരു കാര്യം അറിയാം. ഏറ്റവും കൂടുതൽ ശ്വാസതടസ്സം നേരിടുന്ന വ്യക്തികളുടെ എല്ലാ ഹൃദയത്തിൽ ആരോടൊക്കെയോ ക്ഷമിക്കാത്ത വലിയ പ്രശ്നങ്ങൾ അവർ ചുമന്നുകൊണ്ട് നടക്കുന്നവരാണ്. ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ഈ ഫയൽ ക്ലിയർ ചെയ്യുക, നിങ്ങൾ അനുഗ്രഹിക്കപ്പെടും, സൗഖ്യമാകും. ചിലർ ചെയ്തു, അവർക്ക് പിന്നീട് ആ രോഗം വന്നിട്ടില്ല. വേറെ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓൺ ദ സ്പോട്ട് സൗഖ്യമാകും, പക്ഷേ പിന്നെയും ചിലപ്പോൾ അത് കയറി വരും. ദാറ്റ് മീൻസ് നിങ്ങൾ ആ ഫയൽ അവിടെ തന്നെ വെച്ചേക്കുകയാണ്. ജീവിതത്തിൻ്റെ ദാരിദ്ര്യം ലൈഫിലെ പിരിമുറുക്കത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. ഇത് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ജീവിതത്തിൽ സമ്പന്നത അനുഭവിക്കണോ? മറ്റുള്ളവരോട് ക്ഷമിക്കണം. കാശുണ്ടായി കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റും. പക്ഷെ ഉണ്ടായി വരണമെങ്കിൽ നിങ്ങളുടെ എൻവയോൺമെൻറ്റ് സെറ്റാകണം. 100 മേനി കിളുക്കുന്ന നിലയിൽ നിങ്ങളുടെ സമ്പത്ത് വിത്തായി മാറണമെങ്കിൽ നിങ്ങളുടെ മനസ്സിനകത്തുള്ള സകലത നിങ്ങളെടുത്ത് കളയണം. ഒരു കുഞ്ഞ് അതിൻ്റെ മൈൻഡിനെ നിഷ്കളങ്കമായ ഹൃദയമെന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ നിഷ്കളങ്കത നമുക്ക് അനിവാര്യമാണ്. അടുത്ത വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ക്ഷമിക്കാൻ തയ്യാറാകുക. അമ്മച്ചോട് പറഞ്ഞു, പുറയിലിരിക്കുന്ന ആളോട് പറയാനാ പറഞ്ഞേ, ക്ഷമിക്കാൻ തയ്യാറാകുക. ചില കരച്ചിലുകൾ തീരാത്തത് ചില കാര്യങ്ങൾ വിടാൻ തയ്യാറാകാത്തതിനാലാണ്. ക്ഷമ നൽകുക. ഈ തകർന്നു പോയ പല ദാമ്പത്യ ബന്ധങ്ങളെയും ദൈവകൃപയാൽ ഒന്നിപ്പിക്കാൻ കർത്താവിനെ സഹായിച്ചിട്ടുണ്ട്. അതിനകത്തെ ഏറ്റവും വലിയ പ്രോബ്ലം കല്ലുകടികളാണ്. നമ്മൾ മറക്കുകയല്ലൊന്നും. പൗലോസ്ലീഹ പറഞ്ഞു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിൻപിലുള്ളതെല്ലാം മറന്ന് മുൻപിലുള്ളതിന് വേണ്ടി ആഞ്ഞ് ക്രിസ്തുയേശുവിൽ ദൈവത്തിൻ്റെ പരമവിളിയുടെ വിരുദ്ധനായി ലാക്കിലേക്ക് ഓടുന്നു. പുറകോട്ട് എത്ര കാലം ഇങ്ങനെ ജാനസ് ദേവനെ പോലെ നോക്കിക്കൊണ്ടിരിക്കും. ജാനൂസ് എന്ന് പറഞ്ഞൊരു ദേവനാ ഗ്രീക്കിൽ. അയാൾക്ക് 2 തലയുണ്ട്, ഒന്ന് മുന്നോട്ടും ഒന്ന് പുറകോട്ടുമാണ്. ഒരു തല കൊണ്ട് അയാൾ പുറകിലുള്ള വർഷങ്ങളെ നോക്കിക്കൊണ്ടിരിക്കും, മറ്റേ തല കൊണ്ട് അയാൾ എന്ത് ചെയ്യും? മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കും. ഈ മുന്നോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ പുള്ളിയെ നോക്കിയാണ് ജനുവരി എന്നുള്ള മാസം ഉണ്ടായിരിക്കുന്നത്. ജനുവരി കയറുമ്പോൾ എല്ലാവർക്കും കഴിഞ്ഞ വർഷത്തിൻ്റെ ചിന്തയാണ്. ജാനസിൻ്റെ ഒരു വ്യാപാരമാണ്.
എൻ്റെ കഴിഞ്ഞ വർഷം ഇങ്ങനായിരുന്നു, ഈ വർഷമെങ്കിലും നന്നാകണം, ഞാൻ കഴിഞ്ഞ വർഷം അങ്ങനെ ആയിരുന്നു, ഈ വർഷമെങ്കിലും ഇങ്ങനെ ആകും. മനസ്സിലാവുന്നതാണ് പറഞ്ഞത്. ജാനുസാണ് വ്യാപരിച്ചിരിക്കുന്നത്, ജാനു. ഈ ജാനുവിൻ്റെ വ്യാപാര നിമിത്തമാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്. പഴയത് കളയണം. ഒരാമേൻ പറഞ്ഞേ. 4-ാമത്തെ കാര്യം പറഞ്ഞു. 5-ാമത്തെ കാര്യം, നിങ്ങളൊരു കുഞ്ഞിനോടൊരു കഥ പറയുക. ഇവിടെ ഇപ്പോൾ 2 കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ട്. ആ പിള്ളേരോട് നമ്മളൊരു കഥ പറയുക. ഒരിടത്തൊരിടത്ത് ഒരു വലിയ നദി ഉണ്ടായിരുന്നു. ആ നദിയിലൊരു കൊട്ടാരം ഉണ്ടായിരുന്നു. പിള്ളേരത് സങ്കല്പിക്കും. ആ കൊട്ടാരത്തിൽ മത്തങ്ങ പോലെ തലയുള്ള ഒരു അപ്പച്ചൻ ജീവിച്ചിരുന്നു. പിള്ളേർ ആ കൃത്യം അപ്പച്ചനെ കാണും. മനസ്സിലായി? ആ അപ്പച്ചൻ്റെ ഒരു മത്തായി എന്നായിരുന്നു. കൊച്ചുങ്ങൾ അതിനെ മത്തായി എന്ന് തന്നെ വിളിക്കും. നമ്മൾ പറയും ആ ഉവ്വ. കർത്താവിൻ്റെ അത്ഭുതങ്ങളെ വിശ്വസിക്കാൻ പലപ്പോഴും നമുക്ക് കഴിയില്ല. ദൈവിക യാഥാർത്ഥ്യങ്ങളെ പലപ്പോഴും ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റത്തില്ല. കാരണം നമ്മുടെ അകത്ത് വിശ്വാസത്തെക്കാൾ യുക്തി എവിടെയോ വലിയ തോതിൽ വ്യാപിക്കുന്നുണ്ട്. യുക്തി അതിൻ്റെ ശക്തിയിൽ കയറിയാൽ വിശ്വാസത്തിൻ്റെ ശ്രേണിയിൽ അപര്യാപ്തതകളുണ്ടാകും. അങ്ങനെ ഉള്ളപ്പോൾ അത്ഭുതങ്ങൾ സംഭവിക്കില്ല. യേശുവിനെ കുറിച്ച് ബൈബിൾ ഒരു വാക്ക് പറയുന്നു. അവരുടെ അവിശ്വാസവും ഹൃദയകാഠിന്യവും നിമിത്തം അവൻ അവിടെ ഒരുപാട് അത്ഭുതങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്നും അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട് എന്നും വിശ്വസിക്കേണ്ടതല്ലയോ? ദൈവത്തെ വിശ്വസിക്കാൻ കഴിയണം. എങ്ങനെ? ഹൗ ടു ബിലീവ് ഇൻ ഗോഡ്. എങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കും ഗ്രേസി ആൻറ്റി? യമുന ആൻറ്റി എന്തിൽ വിശ്വസിക്കും? ഒരത്ഭുതം കണ്ടാൽ വിശ്വസിക്കുന്നവരുണ്ട്. ആ വിശ്വാസത്തിന് കുറച്ച് കാലഘട്ടത്തിൻ്റെ ദൈർഘ്യമുണ്ട്. അതിനോടകം പിന്നെ എന്ത് ചെയ്യണം? അടുത്ത അത്ഭുതം കാണണം. ആ അത്ഭുതം കണ്ടില്ലേ പിന്നെ എന്ത് ചെയ്യും? ആ വിശ്വാസം കെട്ടുപോകും. വേറെ ചിലർക്ക് വിശ്വസിക്കണമെങ്കിൽ സാക്ഷ്യങ്ങൾ കേൾക്കണം. പുതിയ സാക്ഷ്യം കേട്ടില്ലെങ്കിൽ അവരുടെ വിശ്വാസം പോയി. നേരല്ലേ സുഖം ബ്രദറെ? അല്ലേ? എന്നാൽ വിശ്വാസമില്ലാത്ത അല്ലെങ്കിൽ വിശ്വസിക്കത്തക്ക നിലയിൽ സാക്ഷ്യം പറയാത്ത സാഹചര്യത്തിലും അത്ഭുതങ്ങൾ കാണാൻ കഴിയാത്തൊരവസ്ഥയിലും എങ്ങനെ നമ്മൾ ദൈവത്തെ വിശ്വസിക്കും? അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും, എനിക്ക് എന്തെങ്കിലും അനുഭവം കിട്ടും. അനുഭവം കിട്ടുന്നില്ലെങ്കിലോ എങ്ങനെ വിശ്വസിക്കും? നമ്മൾ വിശ്വസിക്കേണ്ടത് അനുഭവങ്ങളെ അല്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് അത്ഭുത കാഴ്ചകളെ അല്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് സാക്ഷ്യങ്ങളെ അല്ല. നമ്മൾ വിശ്വസിക്കേണ്ടത് ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നു അത് മാത്രമാണ്. ഞാൻ നിന്റെ കൂടെ ഉണ്ട്. ഈ ഒറ്റ വചനത്തെ അങ്ങനെ അങ്ങ് വിശ്വസിക്കുക. ആമേൻ. ഞാൻ നിന്നെ കൈവിടുന്ന പ്രശ്നമേ ഇല്ല. ഇത് പറഞ്ഞ കർത്താവിനെ അങ്ങനെ തന്നെ വിശ്വസിക്കുക. ഇതുമായിട്ട് ബന്ധമില്ലാത്തതാ, പക്ഷെ ഒറ്റ കാര്യം പറഞ്ഞ് ഇത് പ്രൂവ് ചെയ്തിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അടുക്കൽ പിശാചു വന്നു. അപ്പോൾ യേശുവിന് വിശക്കുന്നുണ്ട്. അപ്പോൾ സാത്താൻ ഒരു ഓഫർ വെച്ചു, കല്ലപ്പമാവും, കല്ലിനോട് അപ്പമാകാൻ പറയുക. യേശു അപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിന്ന് വരുന്ന സകല വചനം കൊണ്ടും ജീവിക്കുന്നു. വിശപ്പ് വന്നപ്പോൾ പരീക്ഷകൻ വന്നു. പരീക്ഷകൻ വന്നപ്പോൾ യേശുവിൻ്റെ ശാരീരിക അവസ്ഥയും ഒരത്ഭുതത്തിനുള്ള സാഹചര്യവും മുമ്പിലുണ്ടായിട്ടും യേശു എന്തിൽ ഊന്നി നിന്നു? പറയൂ. ദൈവവചനത്തിൽ. അതായത് നിങ്ങളുടെ മുൻപിൽ നിങ്ങളുടെ ശരീരത്തിലെ അനുഭവത്തെക്കാളും നിങ്ങളുടെ ശാരീരിക ആവശ്യത്തെക്കാളും നിങ്ങളുടെ മുൻപിലെ അടിയന്തര അത്ഭുതത്തിൻ്റെ സാഹചര്യങ്ങളെയും സാധ്യതകളെക്കാളും ദൈവവചനം എന്തു പറയുന്നു അതിൽ മാത്രം മനസ്സ് വെക്കുക. അത് മാത്രം ബിലീവ് ചെയ്യുക. ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് യേശു പറഞ്ഞു. ബൈബിൾ നിങ്ങളോട് എന്തു പറയുന്നു അതാണ് സത്യം. കർത്താവിൻ്റെ വേർഡ് നിങ്ങൾക്ക് എന്താണോ ഈ സെക്കൻഡിൽ നിങ്ങളോട് സംസാരിക്കുന്നത് അത് മാത്രമാണ് യാഥാർത്ഥ്യം. അത് വിശ്വസിക്കുന്നവൻ്റെ കൂടെ സ്വർഗവും അവൻ്റെ മുഴുവൻ ശക്തിയും ഉണ്ടാകും. അതിൽ നിൽക്കുന്നവൻ്റെ ഒപ്പം ദൈവത്തിൻ്റെ 100% സഹായം ഉണ്ടാകും. ഇൻസ്റ്റൻ്റായിട്ട് ആ ടൈമിൽ ഒന്നും കണ്ടില്ലെങ്കിൽ നിൻ്റെ ലൈഫിൽ പിന്നീട് നിനക്ക് നന്മയെ ഉണ്ടാകുകയുള്ളൂ. പ്രൈസ് ദ ലോർഡ്. ആ നിമിഷം അപ്പം ഉണ്ടാക്കി തിന്നാൽ വിശപ്പ് തൽക്കാലം പോകും. പിന്നെ വിശക്കും എന്നാ ചെയ്യും? സാത്താൻ ചിരിക്കും, പിശാച് ചിരിക്കും.
കാരണം അവൻ പറയണം ഇനി എന്തെങ്കിലും നടക്കണമെന്നുണ്ടെങ്കിൽ. ജീവിതത്തിൻ്റെ ഒരു സർക്കംസ്റ്റാൻസസിലും ദൈവവചനം വിട്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇറങ്ങാതെ ആ വചനത്തിൽ തന്നെ നിൽക്കുക. ഒരാമേൻ പറഞ്ഞേ, ദൈവവചനത്തിൽ തന്നെ നിൽക്കുക. അടുത്തിരിക്കുന്ന 2-3 പേരോട് പറഞ്ഞേ, വചനത്തിൽ തന്നെ നിലനിൽക്കുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ആമേൻ. ദൈവം പറയുന്ന കാര്യങ്ങൾ മനുഷ്യൻ്റെ യുക്തിയേക്കാളും ചിന്തകളെക്കാളും ആധികാരികമായി വിശ്വസിക്കാൻ കഴിയുന്ന ലളിതമായ ഒരു വിശ്വാസം അതിന്ന് ഉണ്ടാക്കിയെടുക്കുക. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഇനി ഒരു കാര്യം കൂടെ പറയാം. ഒരു കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം ആ കുഞ്ഞിനോട് അത് പഠിക്കുന്ന ക്ലാസ്സിലെ അധ്യാപകരോ അതിൻ്റെ വിദ്യാർത്ഥി സമൂഹത്തിലെ കൂട്ടുകാരോ ബന്ധുക്കളോ അതിനോട് പറയുകയാണ്, അയ്യേ നിൻ്റെ പല്ല് കാണാൻ കൊള്ളത്തില്ല, നീ കറുത്തല്ലേ ഇരിക്കുന്നേ, നിൻ്റെ തലമുടി തന്നെ ഇങ്ങനെ ഇരിക്കുന്നേ, നീ ഇട്ടേക്കുന്ന ഉടുപ്പ് കൊള്ളത്തില്ലല്ലോ. ഇതൊക്കെ കേൾക്കും. കേട്ടാൽ ആ കുഞ്ഞെന്ത് ചെയ്യും? വീട്ടിൽ വരും. അതിൻ്റെ അപ്പനോടും അമ്മയോടും എന്ത് ചെയ്യും? കരഞ്ഞുകൊണ്ട് പറയും. അന്നേരം ആ പിതാവും മാതാവും എന്നാ ചെയ്യും? അതിനെ സ്നേഹത്തോടെ ചേർത്ത് പിടിച്ച് ആശ്വാസം കൊടുക്കും. ആ കുഞ്ഞതിൽ ഓക്കെ ആവും. മറ്റുള്ളവർ നിങ്ങളോട് എന്തു പറഞ്ഞാലും, മറ്റുള്ളിടത്ത് നിന്ന് എന്ത് നിങ്ങൾക്ക് കിട്ടിയാലും, അത് നല്ലതാണേലും കൊള്ളുകേലാത്തതാണേലും കർത്താവിനോട് ഷെയർ ചെയ്യണം. ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളും യേശുവിനോട് ഷെയർ ചെയ്യണം. എവ്രിതിങ്. നിങ്ങൾക്ക് യേശുവിനോട് രഹസ്യങ്ങൾ പാടില്ല. അതിൻ്റെ അർത്ഥം അവിടെ നിന്നെല്ലാം അറിയുന്നുണ്ട്, എന്നാ പിന്നെ പറയാതിരുന്നാൽ പോരെ. അതല്ല. കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട പലതും നമുക്കറിയാം, പക്ഷെ അവരുടെ വായിൽ നിന്ന് നമ്മളത് കേൾക്കും. യേശു എല്ലാവരോടും ചോദിച്ചു, ഞാൻ നിനക്ക് എന്ത് ചെയ്ത് തരണം? കുരുടനെ കണ്ടപ്പോഴും ചോദിച്ചു, ഞാൻ കാഴ്ച വേണമെന്ന് അറിയത്തില്ലേ? മനസ്സിലാക്കുകയല്ലേ? കുരുടന് കാഴ്ച വേണമെന്ന് അറിയത്തില്ലേ? ഞാൻ പറയണം. നിങ്ങളുടെ നാക്ക് നിങ്ങൾക്ക് ഗുണം ചെയ്യുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ നിങ്ങൾക്ക് ഗുണമുണ്ടാകില്ല. നന്നായി വർത്തമാനം ദൈവത്തോട് പറയാൻ പഠിക്കാതെ നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടില്ല. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ചുണ്ടുകൾക്കിടയുടെ മറുപടിയാണ്. നാളെ നിങ്ങൾ അനുഭവിക്കാൻ പോകുന്ന ജീവിതവും ഇന്നത്തെ നിങ്ങളുടെ നാവിൽ നിന്നും വരുന്ന വാക്കിൻ്റെ റിസൾട്ടാണ്. നിരാശകളുണ്ടാകുമ്പോൾ ഒരു പൈതൽ അതിൻ്റെ മാതാപിതാക്കളിൽ നിന്ന് ആശ്വാസം പ്രാപിക്കുന്ന പോലെ, ആര് അതിനിടയ്ക്ക് എന്നാ പ്രശംസിക്കാൻ വന്നാലും പിള്ളേരൊന്നും നോക്കൂ അവരെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വഴി വെച്ച് ആരെങ്കിലും ചോക്ലേറ്റ് കൊടുത്താൽ അവർ മേടിക്കുമോ? മേടിക്കുകയില്ല. കാരണം നമ്മൾ നമ്മുടെ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, പോകുന്ന വഴി പലരും പലതും തരും, മേടിച്ചേക്കരുത്, തിന്നേക്കരുത്. അവരെ ഇഷ്ടപ്പെടുത്തുന്ന പലതും വെച്ച് നീട്ടും. വിശന്നാലും മേടിക്കുകയില്ല. വീട്ടിൽ വന്നിട്ട് അവരത് പറയും. ചില ടെംപ്റ്റേഷൻസ് വരുമ്പോൾ സാത്താൻ ചില ഓഫറുകൾ വെച്ച് നീട്ടും. ചെയ്യ്, നോക്ക്, ആസ്വദിക്ക്. കൈ പിൻവലിച്ചിട്ട് നീ പോടാ അവിടെ നിന്ന്, ഞാൻ എൻ്റെ വീട്ടിൽ പോവാന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വരാൻ, അത് പെട്ടെന്ന് തന്നെ ഹോളി സ്പിരിറ്റിലേക്ക് ആ വികാരത്തെ ട്രാൻസ്ഫർ ചെയ്യാൻ, ആ ടെംപ്റ്റേഷൻ ഇൻസ്റ്റൻ്റായിട്ട് യേശുവുമായി ഷെയർ ചെയ്യാൻ. കർത്താവേ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഇപ്പോൾ വന്നിട്ടുണ്ട്. പാപത്തിൻ്റെ തൊട്ടരികത്ത് നിന്നുകൊണ്ട് ശക്തമായിട്ടുണ്ടാകുന്ന പ്രലോഭനത്തെക്കുറിച്ച് നമ്മളുമായിട്ട് നിന്ന് അതിനെ ഡീൽ ചെയ്യാതെ നമുക്കുള്ള പ്രശ്നമടക്കം നമ്മൾ കർത്താവിനോട് പറഞ്ഞാലോ? പറയൂ. മാറ്റം വളരെ ശക്തമായിരിക്കും. ഇന്ന് പകൽ ദൈവത്തിൻ്റെ മക്കളോട് യേശു സംസാരിക്കുകയാണ്. മറ്റാരും നിങ്ങളെ കവർന്ന് കളയാതിരിക്കാൻ, ആരും തോപ്പിച്ച് കളയാതിരിക്കാൻ ദൈവം ഒരു സംവിധാനത്തിലേക്ക് നിങ്ങളെ പുനഃപ്രതിഷ്ഠിക്കുകയാണ്. ശിശുതുല്യമായ നൈർമല്യത നിസാരമല്ല. ഞാൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ഹൃദയത്തിൽ കയറിയിട്ടുണ്ട്, എനിക്ക് നന്നായിട്ട് അറിയാം. ഇപ്പം കയ്യടി കുറവാണേലും ഇത് നിങ്ങൾ അങ്ങോട്ട് പോകുന്ന വഴിക്ക് നിങ്ങളുടെ കൂടെ വരും. ഇനി അങ്ങോട്ടുള്ള ആ ഫോണൊന്ന് കട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനി അങ്ങോട്ടുള്ളതായ നിങ്ങളുടെ ജീവിത വഴികളിലെല്ലാം ഇത് നിങ്ങളെ ശരിക്കും ചേർത്ത് പിടിക്കും. കാരണം ഇത് നിങ്ങൾക്ക് തരുന്ന ബലം ചെറുതല്ല. താങ്ക് യു ജീസസ്.
അപ്പോൾ എന്ത് നിരാശയും കളിയാക്കലും കേട്ടാലും ഒരു കുഞ്ഞിന് വേണ്ടത് അതിൻ്റെ മാതാവും പിതാവും എന്തു പറയുന്നു എന്നുള്ളതാണ്. കാക്കയ്ക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞെന്നുള്ള പഴഞ്ചൊല്ല് എങ്ങനെ വന്നേ? നിങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ വരുവുള്ളൂ. കോഴിക്ക് കോഴിക്കുഞ്ഞിനോടാ സ്നേഹം, പട്ടിക്ക് പട്ടിക്കുഞ്ഞിനോടാ ഇഷ്ടം, അതായത് പൂച്ചക്കുഞ്ഞിനോടല്ല. ഓരോ ജന്തുവിനും അതിൻ്റെ കുഞ്ഞുങ്ങളോട് വല്ലാത്തൊരു അറ്റാച്ച്മെൻ്റ് ഉള്ളതുപോലെ ഒരു ദൈവ പൈതലിനോട് ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെൻ്റ് ഉള്ളത് ദൈവത്തിന് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ അതിനെക്കുറിച്ച് എന്ത് പറഞ്ഞാലും അത് അതിൻ്റെ അപ്പനും അമ്മയും എന്ത് പറയുന്നു എന്നുള്ളത് നോക്കിയേ എന്ത് ചെയ്യത്തുള്ളൂ. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരെന്തും പറയട്ടെ, കർത്താവ് നിങ്ങളെക്കുറിച്ച് എന്തു പറയുന്നു ആ സാക്ഷ്യത്തിന് വില കൊടുക്കുക. യേശു എന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുന്നു അതിനെ വലുതായി കാണുക. ഹല്ലേലൂയ. മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി ജീവിക്കുക. അതടുത്ത് നിൽക്കുന്നവർ പറഞ്ഞ് മറ്റുള്ളവരുടെ പ്രശംസയ്ക്ക് വേണ്ടിയല്ല, ദൈവത്തിൻ്റെ അംഗീകാരത്തിന് വേണ്ടി. ജീസസ്. അപ്പോൾ ശിശുവിനെ പോലെ ആകണമെന്ന് യേശു പറഞ്ഞാൽ സ്വയം ഇടിച്ചു താഴ്ത്തുക എന്നുള്ളതല്ല. ജീവിതത്തിൻ്റെ മേഖലകളിൽ ശരീരത്തിൻ്റെ വെയിറ്റും വണ്ണവും കുറച്ചൊരു കുഞ്ഞിനെ പോലെ ഇന്നലത്തെ പത്രത്തിലാണെന്ന് തോന്നുന്നു, ഫുൾ A++2 കിട്ടിയൊരു കുഞ്ഞിൻ്റെ മുഖചിത്രം ഉണ്ടായിരുന്നു മലയാള മനോരമയുടെ ഫ്രണ്ട് പേജിൽ. അവൾക്ക് ഇത്രയും പൊക്കമേ ഉള്ളൂ, ഒരു കുഞ്ഞ് കുട്ടിയുടുപ്പ് ഇട്ടുകൊണ്ട് നിൽക്കുന്ന, അല്ലേ? കണ്ടായിരുന്നു? നിങ്ങളെല്ലാം കണ്ടായിരുന്നോ വാർത്ത? കണ്ടിരുന്നു. കണ്ടിരുന്നു. അപ്പോൾ ശിശുതുല്യമാകുക എന്ന് പറഞ്ഞാൽ ബയോളജിക്കലി അങ്ങനെ ആകുക എന്നുള്ളതല്ല, മെൻ്റലി നമ്മുടെ നിലപാടുകളിൽ നാം എപ്പോഴും ദൈവത്തെ പ്രൈസ് ചെയ്യുന്നവരായിരിക്കണം. എൻ്റെ പിതാവ്, എൻ്റെ മാതാവ് എന്ന് പറയുന്ന വികാരം ഒരു കുഞ്ഞിനെ ഭരിക്കുന്നത് പോലെ തന്നെയായിരിക്കണം നമുക്ക് കർത്താവുമായുള്ള ബന്ധം. മറ്റുള്ളവരുടെ അംഗീകാരത്തിന് വേണ്ടിയല്ല. എന്ത് ടേസ്റ്റ് ചെയ്താലും ഇതെനിക്ക് എൻ്റെ അപ്പൻ തന്നതാണെന്ന് പറയാൻ കഴിയണം, ഇതെൻ്റെ അമ്മ തന്നതാണെന്ന് പറയാൻ കഴിയണം. അതുപോലെ നമ്മൾക്ക് നമ്മളുടെ ജീവിതത്തിൽ എന്ത് ദാനം ഉണ്ടപ്പോഴത് യേശുവിനെ ഹൈലൈറ്റ് ചെയ്യുന്നതായിരിക്കണം. അപ്പോൾ വില കുറയ്ക്കലല്ല, ദൈവത്തിൻ്റെ കൈകളിൽ പൂർണ്ണമായും ഏൽപ്പിക്കലാണ്. അഹങ്കാരം എപ്പോഴും പറഞ്ഞ് എനിക്ക് ഞാൻ മതി, എനിക്ക് നീയൊന്നും വേണ്ടെന്നുള്ളതാണ്. പക്ഷേ ശിശുതുല്യമായ ദൈവസന്നിധിയിലെ വാക്ക് എനിക്ക് എൻ്റെ കർത്താവിനെ കൂടിയേ തീരൂ എന്നുള്ള സമർപ്പണമാണ്. എനിക്ക് യേശു മതി, യേശുവില്ലാതെ പറ്റത്തില്ല. ഇന്ന് ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഇന്നത്തെ ഈ ദൂത് അവസാനിപ്പിക്കാം. ചിലത് ദൈവാത്മാവ് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ അതുമായിട്ട് നിങ്ങളുടെ ലൈഫിനെ ഒന്ന് താരതമ്യം ചെയ്യുക. നിങ്ങൾ അങ്ങനാണോ, അങ്ങനല്ലെങ്കിൽ അതിലേക്ക് ഇന്ന് പകലെത്തുക. നിങ്ങളത് ഓൾറെഡി അങ്ങനെ ആണെങ്കിൽ ദൈവത്തിന് നന്ദി പറയുക. യേശുവിനെ പ്രൈസ് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടാക്കിയെടുക്കുക. കർത്താവുമായി കൂടുതൽ അറ്റാച്ച്ഡ് ആകുന്ന ഒരു ഹൃദയ നിലയിലേക്ക് രൂപാന്തരപ്പെടുക. യേശു വലിയ പ്രതീക്ഷയോടെ നമ്മളെ നോക്കുന്നൊരു നല്ല ദിവസമാണിത്. ആമേൻ. ഹല്ലേലൂയ. ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ദൈവസന്നിധിയിൽ താഴ്മയോടെ ആകുന്നൊരു വ്യക്തി ഏറ്റവും കരുത്തനായി തീരുന്നൊരു ആത്മീക കാഴ്ചപ്പാട് ഞാൻ കണ്ടിട്ടുണ്ട്. ചില മിനിറ്റുകൾ കർത്താവേ, പരിശുദ്ധാത്മാവിന് ഞാൻ വിധേയനാകുന്നു. യേശുവിനെ ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒരു കുഞ്ഞിൻ്റെ ഹീറോ അവൻ്റെ അപ്പനാണ്. ഒരു പെൺകുഞ്ഞിൻ്റെ ഹീറോയിൻ അവളുടെ അമ്മയാണ്. എത്ര സുന്ദരിമാരാ മുന്നേ വന്നാലും, എത്ര മിടുക്കന്മാർ വന്നാലും, നമുക്കെല്ലാം നമ്മുടെ ഹീറോ നമ്മുടെ അപ്പൻ തന്നെയാണ്, അല്ലേ? എത്ര വളർന്നാലും നമുക്ക് നമ്മുടെ അപ്പന്മാരുടെ അമ്മമാരുടെ കുറേ നല്ല ഗുണങ്ങൾ പൊക്കിപ്പിടിക്കാനുണ്ട്. അതിൻ്റെ കാരണം അതുപോലെ ആയിരിക്കണം ഒരു ദൈവ പൈതലും. നമുക്കെപ്പോഴും നമ്മുടെ ഹീറോ യേശു ആയിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ഹിതം ഇന്ന് പകൽ നോക്കുക. മത്സരങ്ങളല്ല, എത്ര പിണക്കങ്ങളുണ്ടായാലും അതെല്ലാം വിട്ടുകളഞ്ഞ്, ക്ഷമിക്കാനുള്ളതെല്ലാം ക്ഷമിച്ച്, മറക്കാനുള്ളതെല്ലാം മറന്ന്, പൊറുക്കാനുള്ളതെല്ലാം പൊറുത്ത്, വിട്ടുകളയാനുള്ളതെല്ലാം വിട്ടുകളഞ്ഞ് വെയ്റ്റ്ലെസ്സായിട്ട് മുന്നോട്ട് പോകും. എന്തിനാ ഈ പിരിമുറുക്കങ്ങളും ഭാരങ്ങളും എല്ലാം ചുമന്നൊരു വല്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകുന്നു. കർത്താവ് നമ്മളെ ഇന്ന് പകൽ വളരെ റിലാക്സ്ഡ് ആക്കാൻ ആഗ്രഹിക്കുന്നു. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, എൻ്റെ പ്രാണൻ എൻ്റെ കൈകളിൽ മുലകുടി മാറാത്ത പൈതൽ എന്ന പോലെ ആയിരിക്കുന്നു. ആമേൻ. നമ്മുടെ ഹൃദയം ഇന്ന് പകൽ നമ്മുടെ കൈകളിലുണ്ട്. അതിനെ ശിശുതുല്യമായി ദൈവസന്നിധിയിൽ രൂപാന്തരപ്പെടുത്തുക. ആമേൻ. പലരുടെ ആത്മീക ജീവിതം വാർദ്ധക്യം വന്ന കിളവന്മാരെ പോലെയാണ്. അതെല്ലാം എടുത്ത് കളയുക. യോശുവയെ പോലെ, കാലേബിനെ പോലെ ഇപ്പോഴും എരിഹോ കോട്ട പിടിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമെന്ന് അവർ പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിലൊരു പോരാട്ട വീര്യത്തിൻ്റെ ചുറുചുറുക്ക്, എന്തിനും ആക്റ്റീവായി നിൽക്കുന്നൊരു അനുഭവ തലം അത് നമ്മുടെ മേൽ വരണം. കുട്ടികളെല്ലാറ്റിനും റെഡിയാണ്. എന്ത് പറഞ്ഞാലും അവർ ചാടി ചാടി നിൽക്കും. അവർക്ക് പാടാൻ, ആടാൻ, കളർ ചെയ്യാൻ എല്ലാത്തിനും അവർക്ക് നല്ല മൈൻഡാണ്.
ഈ നില വേണം ഒരു ദൈവ പൈതലിന്. അയ്യോ വയ്യേ പറ്റേ ചതനേ എന്നുള്ള നിലയല്ല. നമ്മൾ എവിടെയും ദൈവകരങ്ങളിൽ വളരെ എനർജറ്റിക്കായിട്ട് തന്നെ നിൽക്കണം. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെ ആയാൽ സ്വർഗരാജ്യം നിങ്ങൾക്ക് തന്നെ ലഭിക്കുമെന്ന് പറഞ്ഞ യേശു വെറുതെ പറഞ്ഞതല്ല. ഹല്ലേലൂയ. നമ്മൾ നിഷ്കളങ്കത എന്നൊരു വാക്ക് പറഞ്ഞതിനെ അങ്ങ് ചെറുതാക്കി. അതൊന്നുമല്ല അതിൻ്റെ കാര്യം. അതിനേക്കാളെല്ലാം അപ്പുറത്ത് ഒത്തിരി കാര്യങ്ങൾ അതിനകത്ത് പറയാനുണ്ട്. ഈ മെസ്സേജിൻ്റെ ഫസ്റ്റ് പാർട്ട് മാത്രമാണ് ഇന്ന് ഞാൻ പറയുന്നത്. ഇതിൻ്റെ 3 പാർട്ടുകൾ എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുണ്ട്. കാരണം ഇത് വലിയൊരു ദൈവാലോചനയാണ്. ഒരു സ്പിരിച്വൽ കൾച്ചർ എങ്ങനെയാണ് ഒരു ദൈവ പൈതൽ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒരു വ്യക്തിയുടെ ആത്മീക ജീവിതത്തിൻ്റെ സ്വഭാവം ചിട്ടപ്പെടുത്തേണ്ടത് എന്നതിൻ്റെ ഏറ്റവും വിശാലമായ വാക്കാണ് യേശു ഒറ്റ വാക്കിൽ ഉദ്ദേശിച്ചത്: ശിശുവിനെ പോലെ ആവുക. ഹല്ലേലൂയ. നിരീക്ഷിക്കുക, കുഞ്ഞുങ്ങളെ നിരീക്ഷിക്കുക, മക്കളെ ഓർക്കുക, നമ്മളുടെ ബാല്യകാലം നമ്മൾ ഓർക്കുക. നമ്മുടെ അപ്പനെ കുറിച്ച്, നമ്മുടെ അമ്മയെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തായിരുന്നു നമ്മളുടെ മനസ്സിലുണ്ടായിരുന്നത്? നമ്മളാരും നമ്മുടെ പിതാവിനെ പേരല്ല വിളിക്കുന്നത്. എത്രയും ബഹുമാനപ്പെട്ട പപ്പ എന്നൊന്നും എന്നെ പിള്ളേരെന്നെ വിളിച്ചിട്ടില്ല. നിങ്ങളെ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടോ? ഇല്ല. 3 മക്കളുള്ളവരുണ്ടോ ഈ കൂട്ടത്തിൽ ഇന്ന് വന്നേക്കുന്നേ? 3 മക്കളുള്ളവരുണ്ടെങ്കിൽ കൈവക്കുക. 3 മക്കൾ. ഓക്കെ. 4 പിള്ളേരുള്ളവരുണ്ടോ ഇന്നിവിടെ? ഇല്ല. 3 പിള്ളേരായിട്ടും കൂടുതലുള്ളത്. നിങ്ങളുടെ 3 പിള്ളേരിൽ ആരെങ്കിലും നിങ്ങളെ അങ്ങനെ വിളിച്ചിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട മമ്മി, ബഹുമാനപ്പെട്ട പപ്പ. അവന് ഭയങ്കര സ്നേഹമാണ്. അമ്മേ, അപ്പേ, ഇതേ അവർ വിളിക്കുകയുള്ളൂ. പപ്പ, ഡാഡി. യേശു ഇത് തന്നെ പഠിപ്പിച്ച പ്രാർത്ഥിക്കുന്ന നേരത്ത് നിങ്ങൾ അഡോണ യജമാനനെ എന്നൊന്നും വിളിച്ചിങ്ങോട്ട് വെടിയും പൊട്ടിച്ചുകൊണ്ട് വരണ്ട. പിന്നെ എങ്ങനെ വിളിക്കുക? സ്വർഗത്തിലുള്ള ഞങ്ങളുടെ അപ്പ. അപ്പോൾ നമ്മുടെ മലയാള ഭാഷയിലോട്ട് ഇത് തർജ്ജമ ചെയ്തെല്ലാം സംസ്കൃത പണ്ഡിതന്മാരായിരുന്നത് കൊണ്ടാണ് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നൊക്കെ. എവിടെയെങ്കിലും പിള്ളേർ പിതാവേ എന്ന് വിളിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഞാനിതുവരെ കേട്ടിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും വീട്ടിൽ കേട്ടിട്ടുണ്ടോ? ശരി പിതാവേ കേട്ടിട്ടുണ്ടോ? ഓ, അങ്ങനൊന്നുമില്ല. നിങ്ങളെങ്ങനെ നിങ്ങളുടെ പപ്പായെ വിളിക്കുവോ, എങ്ങനെ നിങ്ങളുടെ അച്ഛനെ വിളിക്കുവോ, അതുപോലെ നിങ്ങൾ ദൈവത്തെ വിളിക്കണമെന്നേ അവിടെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ദൈവം അതുപോലെ നിങ്ങളോട് ഹൃദ്യമായി നിൽക്കുന്നവനാണ്. നിങ്ങൾ ചിന്തിക്കുന്ന ഒരു തെറ്റിദ്ധാരണയുണ്ട് ഇന്നിവിടെ. ക്രിസ്റ്റി പാസ്റ്റർ പ്രാർത്ഥിച്ചാൽ ദൈവം ഇച്ചിരി കൂടുതൽ കേൾക്കും. ഇല്ല, 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 അങ്ങനെ ഇല്ല. ഞാനും നിങ്ങളും ഒരേ അളവിലാണ് ദൈവകൃപയെ അനുഭവിക്കുന്നത്. നമുക്ക് 2 പേർക്കും കർത്താവ് ഒരുപോലെയാണ് സമീപസ്ഥനായിരിക്കുന്നത്. ഏറ്റവും സമാധാനപരമായ ബന്ധം ദൈവവുമായിട്ടുണ്ടാക്കുക. നമ്മുടെ കുഞ്ഞ് നമ്മളുടെ മുമ്പിൽ തുണിയില്ലാതെ നിൽക്കും. വേറൊരാളുടെ മുമ്പിൽ നിൽക്കുമോ? നിൽക്കത്തില്ല. തുണിയില്ലാതെ നമ്മുടെ മുമ്പിൽ കുളിക്കാൻ നിൽക്കും നമ്മുടെ കൊച്ച്. നമുക്കതിനെ എന്ത് ചെയ്യാം? ആണായാലും പെണ്ണായാലും അതിനെ കുളിപ്പിക്കാൻ പറ്റും. ദൈവവും ഭാഗം ഈ ഫ്രീഡം നമുക്കുണ്ട്. ഒരലങ്കാരങ്ങളുമില്ലാതെ, ഒരു ജാടകളുമില്ലാതെ, ആമേൻ, ഉള്ള കോലത്തിൽ നമുക്ക് അങ്ങോട്ട് ചെല്ലാം. തിന്ന് മുഖത്ത് പറ്റിച്ചുകൊണ്ട് ചെല്ലാം. ചള്ളക്കകത്ത് പോയി ചാടി മേത്തെല്ലാം അഴുക്കാക്കിയിട്ട് ചെല്ലാം. കളിച്ച് വയർത്ത് കുളിച്ച് പിഴിഞ്ഞെടുക്കാവുന്നത്ര വയർത്ത് നമുക്ക് ചെല്ലാം, അല്ലേ? രാവിലെ എൻ്റെ ഈളായി ഒഴുകി ചെല്ലാം. നിങ്ങൾ പറ, നേരല്ലേ? ഏത് കോലത്തിലും ചെല്ലാം. ഇന്നലെ പോയിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരെണ്ണം രാത്രിയിൽ എഴുന്നേറ്റ് ലൈറ്റ് ഇട്ടിട്ട് ഭയങ്കര കുളി. എന്നാ കിടന്നു ഉള്ളി, മഴയല്ലേ, ഉള്ള വെള്ളമെല്ലാം കൂടെ കുടിച്ചിട്ട്. അപ്പം എൻ്റെ നിക്കറങ്ങ് നനഞ്ഞു, അതുകൊണ്ട് ഞാൻ കുളിക്കാൻ കയറിയതാന്ന് പറഞ്ഞു. എന്തിനും സ്വാതന്ത്ര്യമുണ്ട്. തൂറി മുള്ളി കിടന്നാലും നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ കളയല്ല. അത്രയേ ഉള്ളൂ സ്പിരിച്വൽ ലൈഫ്. നമ്മൾ ദൈവത്തിൻ്റെ കൈകളിൽ സുരക്ഷിതരാണ്. നമ്മളൊരു ജയിലിലല്ല. ചില കുട്ടികൾ ജുവനൈൽ ഹോമുകളിൽ വളരുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ നമ്മളായിരിക്കുന്ന കാലത്തോളം നമ്മൾ ജുവനൈൽ ഹോമിലല്ല. നമ്മൾ നമ്മുടെ അപ്പൻ്റെ വീട്ടിലാണ്, അമ്മയുടെ വീട്ടിലാണ്. അവിടെ നമ്മൾ സുരക്ഷിതരാണ്. നമ്മളുമായി ദൈവം ഉണ്ടാക്കാൻ ആഗ്രഹിച്ച ബന്ധം മക്കൾ, അപ്പൻ, അമ്മ എന്ന ബന്ധമാണ്, കുടുംബ ബന്ധം. അതു നിമിത്തം ഞാൻ സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ സ്വർഗത്തിലും ഭൂമിയിലും
സകല കുടുംബത്തിനും പേർ വരാൻ കാരണമായ പിതാവിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നെന്ന് പൗലോസ്ലീഹ പ്രാർത്ഥിക്കാൻ കാരണം ദൈവവുമായി നമുക്ക് കിട്ടിയ ഈ ബന്ധത്തിൻ്റെ പേരിലാണ്. ഞാൻ സ്വർഗത്തിലെ സെർവൻ്റ് അല്ല, ഞാൻ സ്വർഗത്തിലെ കുഞ്ഞാണ്. ദൈവത്തിന് നിങ്ങളെ തൻ്റെ പൈതൽ എന്ന നിലയിൽ നിന്ന് ഒട്ടും ചെറുതായി കാണാൻ കഴിയില്ല. ചേച്ചി കേട്ടോ ഞാൻ പറഞ്ഞേ? കേട്ടോ? ആൻറ്റി കേട്ടോ? ഈ ആൻറ്റി കേട്ടോ? ചേച്ചി കേട്ടോ? പുറകിൽ നിൽക്കുന്ന ആൾ ബ്രദർ കേട്ടോ ഞാൻ പറഞ്ഞേ? ബീച്ചാൻ്റെ സൈഡിൽ നിൽക്കുന്ന ബ്രദർ കേട്ടോ? നമ്മളെ ദൈവത്തിന് തൻ്റെ പൈതൽ എന്ന നിലയിൽ നിന്നും ഒട്ടും ചെറുതായിട്ട് കാണാൻ പറ്റത്തില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ വലിപ്പത്തിനനുസരിച്ചല്ല ദൈവം നമ്മളെ സ്നേഹിക്കുന്നത്. നമ്മൾ വായിക്കുന്ന ബൈബിളിലെ പേജുകളുടെ എണ്ണത്തിൻ്റെ കൂടുതലല്ല ദൈവസ്നേഹത്തെ കൂട്ടുന്നത്. ആമേൻ, ഹല്ലേലൂയ. എൻ്റെ പിതാവ് ഇപ്പം എൻ്റെ കൂടെ സ്റ്റേജിലില്ല. എൻ്റെ അമ്മ എൻ്റെ കൂടെ ഇല്ല. എൻ്റെ മക്കൾ ഇന്ന് സ്കൂളിൽ പോയിരിക്കുന്നു. എൻ്റെ ഭാര്യ എൻ്റെ പുറകിലാണ് നിൽക്കുന്നത്. ഞാനിവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. പക്ഷേ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കുകയാണ്, ബ്രദർ എവിടെ നിന്നാണ് വരുന്നേ? ബ്രൗൺ ഷർട്ട് ഇട്ട ആൾ കൊട്ടാരക്കര. ബ്രദറിൻ്റെ പേരെങ്ങനാ? സാബു. പപ്പയും മമ്മിയും വീട്ടിലുണ്ടോ? പപ്പയുടെ പേരെന്നാ? ബാബു. മമ്മിയുടെ പേരെന്നാ? സാലമ. പേരെങ്ങനാന്നാ പറഞ്ഞേ? സാബു. സാബു ബ്രദറിന് ഇവിടെ നിൽക്കുമ്പോൾ സാലമേന്ന് തന്നെ മമ്മിയുടെ പേര് പറഞ്ഞേ. സാലമേന്ന് പറഞ്ഞാൽ മമ്മിയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്. ബാബു എന്ന് പറഞ്ഞാൽ അപ്പയോടുള്ള സ്നേഹം ഇപ്പോഴും മനസ്സിലുണ്ടോ? അവരിപ്പോൾ കൂടെ ഇല്ലല്ലോ, കൊട്ടാരക്കരയല്ലേ. പിന്നെ എങ്ങനെ ബ്രദറിനെ സ്നേഹിക്കാൻ പറ്റുന്നേ? അതിൻ്റെ റീസൺ നിങ്ങൾ അവരിൽ നിന്ന് ജനിച്ചത് കൊണ്ടാണ്, അവരുടെ കൂടെ ജീവിച്ചത് കൊണ്ടാണ്, അവരുടെ സ്നേഹം അനുഭവിച്ചത് കൊണ്ടാണ്. നമ്മുടെ അമ്മ ലോകത്തെ ഏറ്റവും വലിയ സുന്ദരി ആയതുകൊണ്ടല്ല നമ്മൾ നമ്മുടെ അമ്മയെ സ്നേഹിക്കുന്നത്. നമ്മുടെ പിതാവ് ലോകത്തിലെ ഏറ്റവും വലിയ സർവ്വവല്ലഭനായതുകൊണ്ടല്ല നമ്മൾ നമ്മുടെ അപ്പനെ സ്നേഹിക്കുന്നത്. നമ്മുടെ അപ്പനായതുകൊണ്ടാണ്, അല്ലേ? പ്രിയപ്പെട്ടവരെ, ദൈവത്തെ ഈ സെക്കൻഡിൽ എനിക്ക് കാണാൻ കഴിഞ്ഞില്ലേലും, ദൈവത്തിൻ്റെ ശബ്ദം എനിക്ക് കേൾക്കാൻ പറ്റിയില്ലേലും, ദൈവത്തിൻ്റെ ഒരിടപെടലും എനിക്കിപ്പോൾ കിട്ടിയില്ലേലും, ഐ ലവ് മൈ ഗോഡ്. That means he is my father. യേശു അതുകൊണ്ട് പറഞ്ഞു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. അനുഭവിക്കാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കേൾക്കാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മൾ എന്താ ചെയ്യുന്നേ? നമ്മൾ അനുഭവിക്കുകയാണ് ഈ ദൈവത്തെ. എങ്ങനെ? സ്നേഹമായി. എന്തുകൊണ്ട് നമ്മൾ നമ്മുടെ കർത്താവിനെ പിതാവായി സ്നേഹിക്കുന്നു? അത് നമ്മുടെ അപ്പനായതുകൊണ്ട് തന്നെയാണ്. അപ്പം നമ്മളുടെ സ്പിരിച്വൽ ലൈഫിൻ്റെ കീ എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എന്തൊക്കെയോ ആക്ടിവിറ്റികളല്ല പാസ്റ്ററെ, അല്ലേ? അല്ലേ ദിലീപ് ബ്രദറെ? ഇതൊന്നല്ല. പിന്നെ എന്താണ് നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അടിത്തറ? നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ ഒറ്റ കേന്ദ്രം നമ്മൾ മക്കളും അവിടുന്ന് നമ്മുടെ അപ്പയുമാണെന്നുള്ള ആ ബന്ധമാണ്. അവിടെ നമ്മൾ ശിശുതുല്യമായ ഹൃദയത്തോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുന്നിടത്തോളം നമുക്ക് കിട്ടുന്ന ഒരു ഗ്ലാസ് ചായയ്ക്ക് നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോഴും ആ ചായ കുടിക്കുന്ന ചായക്കട നമ്മുടെ പ്രാർത്ഥനാമുറിയാകുകയാണ്. നമ്മൾ കഴിക്കുന്ന ഒരു പരിപ്പ് വടയ്ക്ക് യേശുവേ നന്ദി എന്ന് പറയുമ്പം നമ്മൾ നിൽക്കുന്ന തട്ടുകട നമുക്കൊരു ദേവാലയം പോലെയാകുകയാണ്. കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ കർത്താവേ, അങ്ങയുടെ തിരുസാന്നിധ്യത്താലും രക്തത്താലും എന്നെയും ഇതുപോലെ കഴുകണമേ എന്ന് നാം പറഞ്ഞ് നാം നഗ്നരായി നിന്ന് കുളിക്കുന്ന നമ്മുടെ കുളിമുറിയും നമുക്കൊരു പ്രാർത്ഥനാലയമാകുകയാണ്. അതിൻ്റെ അർത്ഥം ജീവിതത്തിൽ ഉണരുന്നത് മുതൽ യഹോവയെ താങ്ങുകയാൽ ഞാൻ ഉണർന്നിരിക്കുന്നു. അപ്പം എഴുന്നേക്കുന്ന ടൈം മുതൽ കർത്താവേ, ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങുന്നു എന്ന് പറയുന്ന ലാസ്റ്റ് മൊമെൻ്റ് വരെ, ആമേൻ, നമ്മുടെ ലൈഫിലെ എല്ലാ ആക്ടിവിറ്റിയും ദൈവസ്നേഹ നിബിഡമാകും. സ്തോത്രം. എൻ്റെ പെങ്കൊച്ചിനൊരു കുഴപ്പമുണ്ട്. എൻ്റെ മോക്ക് ദൈവമേൽ നല്ലൊരു മെത്തയും നല്ലൊരു റൂമും നല്ലൊരു കട്ടിലും ഒക്കെയാണ് ഞങ്ങളുടേത്.
അത്യാവശ്യം ഒരു നല്ല സംവിധാനത്തിലാണ് ഉറങ്ങുന്നത്. ദൈവം അതിന് കൃപ ചെയ്തു. പക്ഷേ ആ നല്ല ജർമ്മൻ മാട്രസിൽ കിടന്നുറങ്ങുമ്പോഴും നല്ല തലയിണയിൽ തല വെക്കുമ്പോഴും എൻ്റെ മോൾ ഉറങ്ങണമെങ്കിൽ അവൾക്ക് അവിടെ അമ്മയുടെ കൈയുടെ ഇവിടം വേണം. ഞാൻ ഇടയ്ക്ക് അവളോട് റെഡി വാടി, നീ എൻ്റെ കൂടെ കിടക്കണം. ഇല്ല, ഞാൻ മമ്മിയുടെ കയ്യേലെ തല വെച്ച് കിടക്കത്തുള്ളൂ. അവൾക്ക് അമ്മയായിട്ട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. കാരണം ഞാൻ ഈ മിക്കവാറും യാത്രകളും പരിപാടികളും ഒക്കെ ഉള്ള സമയത്ത് കൊച്ചുറങ്ങുന്നതെല്ലാം പുള്ളിക്കാരുടെ കൂടെയാണ്. എവിടെ പോയാലും വൈകിട്ട് അമ്മയില്ലാതെ അവൾ നിൽക്കില്ല. നമ്മൾ പകൽ എന്തെല്ലാം ഓട്ടങ്ങളിലാണേലും ഉറങ്ങുമ്പോൾ പോലും നമുക്ക് യേശു വേണം എന്ന നിലയിലേക്ക് നമ്മൾ അങ്ങ് എത്തണം. എൻ്റെ കർത്താവ് എനിക്ക് കൂടിയേ തീരൂ. എത്ര നല്ല സാഹചര്യമാണേലും യേശു എനിക്ക് വേണം. യേശു മതി എനിക്ക്, യേശു മതി മാത്രം സഹിച്ചെന്നാലും അപ്പോഴും പാടും ഞാൻ ദൈവമേ നീ എത്ര നല്ലവൻ, എൻ്റെ ഭാരം തീർക്കാൻ നീയല്ലാതാരുള്ളൂ രക്ഷക, എൻ്റെ പാപം പോക്കാൻ എന്നെ നീറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാ. എന്നെ നീറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാ. എന്നെ നീറ്റുകൊൾ ദൈവമേ, അപ്പോൾ ഞാൻ ധന്യനാ. യേശു എന്നാടിസ്ഥാനം, ആശയവനിലത്രേ. യേശു എന്നാടിസ്ഥാനം, നമുക്ക് ചേർന്നൊന്ന് പാടാം. ആശയവനിലത്രേ ആശ്വാസത്തിൻ പൂർണ്ണത, യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണ്ണത, യേശുവിൽ കണ്ടേ ഞാനും. യേശു എൻ്റെ സ്നേഹിതൻ, യേശു എൻ്റെ പ്രാണപ്രിയൻ, യേശു. എല്ലാ കരങ്ങളും ഉയർത്തി പാടാം. എൻ്റെ സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. സുഖമുള്ള കാലത്തും കണ്ണുനീർ നേരത്തും യേശു മാത്രം മതി. എൻ്റെ ഭാരം ചുമക്കുന്നവൻ, എൻ്റെ ഭാരം ചുമക്കുന്നവൻ, എന്നെ